السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ولله ملك السماوات والأرض وإلى الله المصير. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ അംബിയാ മുർസലീങ്ങളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ നാളെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും ലോകത്തിൻ്റെ മുഴുവനും അധിപനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് മനുഷ്യൻ്റെ ആരോഗ്യവും ആയുസ്സും എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തെ
ഏതൊരു കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തി നോക്കിയാൽ വാല്യൂ അളവെടുക്കുന്ന സമയത്ത് കയ്യിലില്ലാത്ത സമയത്തുണ്ടാകുന്ന വാല്യൂ നേടിയതിൻ്റെ ശേഷമുണ്ടാകുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോൾ അതിലൊരു പ്രതീക്ഷയും സ്വപ്നവും അതിലുണ്ടാകുന്ന പല കാര്യങ്ങളിലുള്ള ചിന്തകളും വലിയ സന്തോഷം നൽകാറുണ്ട്. കയ്യിലെത്തിപ്പിടിച്ചതിൻ്റെ ശേഷം പലപ്പോഴും പഴയ കാലത്തുണ്ടാകുന്ന വാല്യൂ മനുഷ്യൻ അറിയാതെ മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു തമാശക്കൊരു ഉദാഹരണം പറയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു പുതുമാരനും പുതുമാരിയും പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഇല്ലേ? നാട്ടിൽ കല്യാണം ഉണ്ടായില്ലേ? ഇവിടെ കല്യാണമൊന്നും നടക്കാത്ത പോലെ ഉണ്ടല്ലോ. അപ്പൊ ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പുതിയാപ്പിള്ള, ഇവിടെ എന്താ അതിന് പറയാ? പുതിയാപ്പിള്ള തന്നെയല്ലേ പറയാ? വേറെന്തോ പറയാ? ഇപ്പൊ JCB-യിലൊക്കെ കയറുന്നതുകൊണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല അല്ലേ? JCB ഡ്രൈവർ എന്നോ അല്ലെ ആനത്താപ്പ എന്നോ എന്താ വിളിക്കേണ്ടതെന്ന് മനസ്സിലാകാത്തൊരു പ്രയാസമുണ്ട്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലയെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്നോട് ചോദിക്കും, എല്ലാം വലിയ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കും. മുമ്പൊക്കെ വയത് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ഉസ്താദുമാർ പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നൽകിയൊരു ഉപദേശത്തിൽപ്പെട്ടതാണ്. അന്ന് നാട്ടുകാരോട് പറയുമ്പോൾ ഇവിടെയുള്ള ആളുകളൊന്നും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയണോ? കാരണം അതൊന്ന് നന്നാക്കി പറയണം, എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കണം എന്നാണല്ലോ. അപ്പം ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ ഇയാൾ സോഷ്യൽ മീഡിയയിലൊന്നും അറിയാത്ത ഒരു പഴയ തന്ത വൈബുള്ള മൊയിലേരാണ് എന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പുതിയാപ്പിളയും അതുപോലെ വിവാഹത്തിനൊരുങ്ങി നിൽക്കുന്ന പെണ്ണും അള്ളാഹു എല്ലാവർക്കും ഖൈറായ കാത്തിരിക്കുന്നവർക്ക് ഇണകളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആ ഒരു പ്രതീക്ഷയ്ക്കുണ്ടാകുന്ന ഒരു സുഖം, ഒരു സന്തോഷം കല്യാണത്തിനുണ്ടാവുമോ? അനുഭവിച്ച ഒരുപാട് ആളുകളില്ലേ എൻ്റെ സദസ്സിൽ? ഉണ്ടാവുമോ? കല്യാണത്തിൻ്റെ അന്ന് പോലും ഉണ്ടാകൂല എന്ന് ഞാൻ പറയുന്നത്. ഉണ്ടാവുമോ? ഇല്ല. അന്ന് കല്യാണത്തിൻ്റെ ദിവസം ഭയങ്കര ബേജാറിലാണ്. കാരണം സാധാരണക്കാരനാണെങ്കിൽ കാളിയാർ വന്നിട്ട് സവ്വജ് തുക്ക എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ പറയൂ എന്നുള്ള ബേജാറില്ല അയാളുള്ളത്, അല്ലേ? പുതിയാപ്പിള സ്റ്റേജിൽ കയറിയിട്ട് അങ്കഹ്തുക്കാന്ന് നമ്മളെ കാളിയോ അല്ലെ തങ്ങന്മാരോ നമുക്ക് നിക്കാഹ് ചെയ്ത് തരുമ്പോൾ പറഞ്ഞു തരുന്ന സമയത്ത് അമ്മോശൻ ഇത് തെറ്റാതെ പറയോ? ഞാൻ ഖബിൽതു നിക്കാഹ എന്ന് പറയുമ്പോൾ എന്നോട് ചിരിച്ചു പോവോ? അങ്ങനൊക്കെ എന്തെല്ലാം ബേജാറിലും ടെൻഷനിലുമാണ് അന്നത്തെ ദിവസം ഈ പുതിയാപ്പിള കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകുക, അല്ലേ? എല്ലാവരും ചിരിക്കുകയാണത് പറയുമ്പോൾ. ഓരോരുത്തരുടെ അനുഭവം ഇങ്ങനെ പഴയ കാലത്ത് 40 കൊല്ലം മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷവും സമാധാനവും പ്രതീക്ഷിച്ച് ആ കാത്തിരിപ്പിന് വേണ്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. നാട്ടുകാരൊക്കെ കൂടിയിട്ട് എൻ്റെ കല്യാണം ഇന്നത്തെ ദിവസമാക്കാന്ന് ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ പതുക്കെ മനസ്സുകൊണ്ട് പറയും, എന്തിനാ വലിയാരെ ഇത്ര നീട്ടിക്കൊണ്ടുവന്ന് കുറച്ച് നേരത്തെ ആക്കിക്കൂടെ? അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് മന്ത്രിച്ചിട്ട് എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ട ദിവസമാണ്. പക്ഷെ ആ മന്ത്രത്തിനുണ്ടാകുന്ന കാത്തിരിപ്പിനുണ്ടാകുന്ന ഒരു സുഖം വിവാഹത്തിന്റെ ദിവസം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടാവോ? ഇല്ല. അന്ന് ഭയങ്കര ടെൻഷനിലാണ്. പഠിച്ചവനെ ഇതെങ്ങനെങ്കിലും കഴിഞ്ഞു കിട്ടണം. അപ്പോഴാണ് ചോറ് കൊടുക്കുന്ന ഭാഗത്ത് നിന്നൊരു മെസ്സേജ് വരുന്നത്, ചോറ് തികഞ്ഞിട്ടില്ല. പുതിയാപ്പിളയായതെല്ലാം പിന്നെ മറന്നുപോയി. അപ്പൊ അയാൾ പിന്നെ അതിന്റെ ടെൻഷനിലായി. അങ്ങനെ എന്തെല്ലാം ടെൻഷനുകളാണ് അന്നത്തെ ദിവസം അയാൾ നേരിടുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് ആദ്യത്തെ ബെല്ല് തന്നെ വെപ്പുകാരൻ്റെ ബെല്ല, ബില്ലും കൊണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വിളിച്ചു കൊണ്ടെത്തി എല്ലാറ്റിനും വേണ്ടി ഓടി നടക്കുന്നുണ്ടായിരുന്ന ഒരു സുഖം ആ പേയ്മെന്റ് ടീം ഉണ്ടാവുമോ?
സംഗതി കൊടുക്കുന്ന സമയത്ത് ഒരു വിഷമമില്ലാതെ കൊടുക്കാൻ കഴിയണം, അങ്ങനെയൊക്കെയാണ്. എന്നാലും സ്വാഭാവികമായി ഇനി പഠിച്ചോനെ ഇവന്റെ ബില്ല് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ബില്ല് എങ്ങനെയാവും എന്നുള്ള ബേജാറാ. പിന്നെ ഇതൊന്നും കാത്തിരിപ്പിനൊരു ചെലവുമില്ല. പിന്നെ കാത്തിരിപ്പിന് ദിവസം ഇങ്ങനെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പൊ ആ സുഖം ഒരിക്കലും വിവാഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉണ്ടാകൂല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിവാഹത്തിന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാലോ പിന്നെ പറയേണ്ടതില്ലല്ലോ. രണ്ടാമത്തെ ദിവസം തന്നെ ഭാര്യ പറയാണ് തലവേദനയായിട്ടൊരു നിർവാഹമില്ല. അപ്പോഴാണ് ഇവന് മനസ്സിലായത് അത് ശരിയാ, ഇതുവരെ എൻ്റെ തലവേദന നോക്കിയാൽ മതിയായിരുന്നു, ഇതുവരെ ഇവളെ വാപ്പ ഇവളെ തലവേദന നോക്കിയിരുന്നു, ഇതാണ് ഞാൻ കബിൽതു നിക്കാഹ എന്ന് പറഞ്ഞത്, ഇവളെ തലവേദന ഞാൻ ഏറ്റെടുത്തു എന്നായിരുന്നു അല്ലേ എന്ന് അന്ന് ഓർമ്മ വരൂല. രണ്ടാമത്തെ ദിവസം പറയും ആ പെരട്ടാലല്ലേ എൻ്റെ സ്ഥലം, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റല് ഇന്ന സ്ഥലത്താണ്, പിന്നെ അതൊന്നും മതിയാകുന്നില്ല, മംഗലാപുരത്തേക്ക് അധികം ദൂരമൊന്നുമില്ല, അവിടെ എല്ലാതരം ഹോസ്പിറ്റലും ഉണ്ട്, എവിടെയാ പോകേണ്ടത് എന്ന് ചോദിക്കും അല്ലേ. ആദ്യം കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങനെയൊക്കെയാ ചോദിക്കുക. ഒരു 4 മാസം 5 മാസം കഴിഞ്ഞ് ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തലവേദന എന്ന് പറയും. അത് സാധാരണയല്ലേ, എല്ലാവർക്കും ഉണ്ടാകുന്നല്ലേ തലവേദന, ഒരു വിക്സും പറ്റി അവിടെ കിടന്നു എന്ന് പറയും. അപ്പൊ ഈ തുടക്കത്തിലുണ്ടാകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, കാത്തിരിപ്പിനുണ്ടാകുന്ന ഒരു സുഖം, ഇല്ലാത്ത കാലത്ത് അത് ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സുഖം. ഞാനൊരു ദാമ്പത്യ ജീവിതത്തിന് ഒരു തമാശക്ക് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ലോകത്ത് ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും കയ്യിലില്ലാത്ത കാലത്ത് അത് കിട്ടണമെന്ന് വിചാരിച്ച് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്നൊരു ബഹുമാനം, അതിന് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, അതിന്റെ ആ മൂല്യം, അതിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ലോകത്ത് ഭൂമിയിൽ ഏത് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ഫോണിൽ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. എന്താണെന്ന് അറിയാം, അയാൾക്ക് 2 കൊല്ലമായി നഷ്ടപ്പെട്ട ജോലിയുടെ പേരിലുള്ള പ്രശ്നത്തിലാണ്, ടെൻഷനിലാണ്. എത്രയായിരുന്നു എന്ന ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മതിപ്പ് എന്ന് അയാളോടൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെയാണല്ലോ ചില ആളുകളുണ്ട്. ഇന്ന് കുറ്റ്യാടിയിൽ ഒരാൾ വന്നിരുന്നു, അയാൾ ബിസിനസ്സുകാരനാണ്. അയാളെ കാര്യമായ പ്രശ്നം, ഞാൻ പൈസയൊന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ കുറച്ച് ആളുകളോട് കൂറ് വാങ്ങിയിട്ട് ബിസിനസ് തുടങ്ങി, അൽഹംദുലില്ലാ കച്ചവടമൊക്കെ നല്ലോണം ഉണ്ട്. അയാൾ പറയണേ 4 ലക്ഷം റുപ്യൊക്കെ കൂറ് വാങ്ങിയിട്ട് അയാൾക്ക് മാസത്തിൽ 40 ലക്ഷം റുപ്യ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 4 ലക്ഷം റുപ്യ കൂറ് കൂടി അയാൾക്ക് മാസത്തിൽ 40,000 റുപ്യ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 10 മാസം കൊണ്ട് അയാളെ മുതൽ കിട്ടും ഉസ്താദേ. ഇയാളെ വേജാറ്, ഞാനല്ലേ അധ്വാനിക്കുന്നത്, അയാളിപ്പോ ഒന്നും അധ്വാനിക്കുന്നില്ലല്ലോ, അപ്പൊ എന്റെ പൈസ തീർത്തു ഞാൻ അയാൾക്കെന്തിനാ കൊടുക്കുന്നത്, ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയാ പോരെ. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. ചിലപ്പോ അങ്ങനെ ഉണ്ട് ചില ആളുകൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിനു വേണ്ട ആവശ്യമായ മൂല്യവും ആവശ്യമായ ക്യാപിറ്റൽ എമൗണ്ടും തന്ന സമയത്ത് അയാൾ ചെയ്തു തന്ന ഉപകാരം, നിനക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കപ്പാസിറ്റിയും സഹായവും ചെയ്തു തന്നത് പാർട്ട്ണർമാരായിരിക്കും, സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്തവനായിരിക്കും. പക്ഷേ സാമ്പത്തികമായി അല്പാൽപ്പം വരവ് തരാൻ തുടങ്ങുമ്പോ പിന്നെ ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഒരു തോന്നലാണ്, മോനെ നീ എന്തിനാ അയാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിക്കരുത്, ആ 4 ലക്ഷം നീ അങ്ങ് കൊടുത്താ പിന്നെ അയാൾ അങ്ങ് പിരിച്ചു വിട്ടുകൂടെ. അത് ഇബ്ലീസ് കൊണ്ടിക്കൊടുക്കുന്ന ഒരു ചിന്താഗതിയാണ്. ഇല്ലായ്മയുള്ള സമയത്ത് നിന്നെ സഹായിക്കുകയും നിന്റെ കൂടെ നിൽക്കുകയും ചെയ്തവരോടുള്ള കടപ്പാട് ഇബ്ലീസ് മനുഷ്യനെ മറപ്പിച്ചു കളയും. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞത്, ഇല്ലായ്മയുള്ള സമയത്ത് മനുഷ്യനുണ്ടാകുന്ന വാല്യൂയെ കുറിച്ചുള്ള ബോധം ഉള്ള സമയത്ത് ചിലപ്പോൾ മനുഷ്യനില്ലാതെ പോകുന്നു. നന്ദി കെട്ട സ്വഭാവമാണെന്നർത്ഥം. എത്രയാണെങ്കിലും നമ്മളോട് ഖൈർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് നന്ദിയുള്ളവരാകണം, അവരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണോ ജീവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, അത് ഉള്ള കാലത്തും സൂക്ഷ്മതയോടെ കൊണ്ടുപോകാൻ കഴിയുന്നവൻ അവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനെന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, അയാൾ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു, അറിയുന്ന അവരുമായി ബന്ധപ്പെട്ട തങ്ങന്മാരൊക്കെ വിളിച്ചു. വീട്ടിലേക്ക് വിളിച്ചത് എന്തിനാണ്? ഒരു പൈസ ഇല്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. എന്നിട്ട് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മൗലിദോദി, അവിടെ അതാ മങ്കൂസ് മൗലിദോദി, ശറഫല്ലനാമോദി ബുർദയോദി. എന്നിട്ട് പള്ളിയിലെ ഉസ്താദ് നമുക്ക് ദുആ ചെയ്തു തന്നു, നല്ല റാഹത്തുള്ള ദുആ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞുള്ള പ്രാർത്ഥന ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അത് കാരണമാണല്ലോ. അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിസ്മരിച്ചുകൊണ്ടൊരു നിസ്കാരം ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ ഹബീബായ നബിയേ അങ്ങേക്ക് സലാം. എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബുമായുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ പോലും അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ നിർവാഹമില്ല. കാരണം ഇങ്ങനൊരു സംഭാഷണത്തിന് അവസരമുണ്ടായത് അവിടുത്തെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൽ പോലും അവിടുത്തെ മറക്കാൻ പാടില്ലെന്നൊരു ചിന്ത. ഇവനൊന്നുമില്ലാത്ത കാലത്തേക്ക് വിദേശത്തേക്ക് പോകുമ്പോ ഇത് മനസ്സിലാക്കിയ നല്ല പ്രവർത്തകൻ, നല്ല സുന്നത്ത് ജമാഅത്തിനെ അറിയുന്നവൻ നാട്ടിലുള്ള ഉസ്താദുമാരെ വിളിച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് പോയി. അവിടെ എത്തിയിട്ട് അതാ അല്പം കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയപ്പോ പിന്നെ പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ ഒരു പുച്ഛാണ്. അയാൾക്ക് ഞാൻ കൊടുത്തിട്ടല്ലേ ജീവിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അയാൾക്ക് മൗലിദ് ഓതിയിട്ട് പൈസ വാങ്ങുന്ന പരിപാടിയാണെന്ന ചിന്തയാണ്. പിന്നെ മുസ്ലിയാക്കന്മാരോട് പുച്ഛമാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ഇവര് പോകുമ്പോ ഔലിയാക്കളെടുക്കല് ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് പോയത്. അല്പം ദുന്യാവങ്ങ് കിട്ടിയപ്പോൾ പിന്നെ ഖബറിന്റെ അടുക്കല് പോകല് ശിർക്കാണ് എന്നുള്ള തോന്നലാ. എവിടെ നിന്നാണ് വന്നത് എന്നത് മറന്നു പോകല, എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് മറന്നു പോകല. അങ്ങനെയാകാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലായ്മയുള്ള കാലത്ത് എങ്ങനെയാണോ നമ്മളെ ജീവിതം, ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന നന്മകളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാകരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്താംബൂളിൽ തുർക്കിയില് അതേ ഒരാളെ പരിചയപ്പെട്ടു. അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. അയാൾ നിർബന്ധിച്ച് അയാളെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പനോട് പറയാണ്, അൽഹംദുലില്ലാഹ്, മഹാനായ ഖുറാത്തങ്ങൾ അല്ലാഹു ദർജന ഉയർത്തി കൊടുക്കട്ടെ. വല്ലാത്ത പ്രയാസത്തിലുണ്ടായിരുന്ന സമയത്ത്, കടത്തിലായി എവിടെയാണ് ജോലിയെന്നറിയാതെ വിഷമിക്കുന്ന സമയത്ത് സയ്യിദ് അവറുകളെ കാണാൻ വേണ്ടി ഞാൻ പോയി. തങ്ങളവറുകളോട് ഞാൻ എന്റെ വിഷമം അവതരിപ്പിച്ചു. തങ്ങളവറുകൾ പറഞ്ഞു, മോനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇനി ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു വാതിൽ തുറന്നു തരും. ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അൽഹംദുലില്ലാഹ്, റബ്ബ് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. പറഞ്ഞാൽ തീരാത്ത നിഅമത്തുകളുണ്ട്. കോടാന കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബ് നിലനിർത്തി കൊടുക്കട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പലരും നാട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ആരോ പറയുന്നത് കേട്ടിട്ട് പിന്നെ കുറച്ച് കയ്യിൽ പൈസയാകുമ്പോ തോന്നുകയാണ് വയലുകള് പുച്ഛമാണ്, ആലിമീങ്ങള് പുച്ഛമാണ്, സയ്യിദന്മാര് 2ാം നമ്പറാണ്. ഈ നിലക്ക് നമ്മളെ മനസ്സ് മാറിപ്പോയാൽ, ഈ നിലക്ക് നമ്മളെ ചിന്താഗതി മാറിപ്പോയാൽ, വന്ന വഴി മറന്നു പോകുന്ന സ്വഭാവക്കാരനായ ആൾ, നന്ദി കെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പൈസ ഇല്ലാത്ത കാലത്ത് അതിനുള്ള വഴികളൊക്കെ തേടുന്ന സമയത്ത് നല്ല ബോധം ഉണ്ടായിരുന്നു. നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് തന്നവർ, ഇൻവെസ്റ്റ് ചെയ്ത് തന്നവർ, അവരോടുള്ള കടപ്പാട് ഓർമ്മയുണ്ട്, അവരോടുള്ള സ്നേഹം ഓർമ്മയുണ്ട്, ഒക്കെ ഓർമ്മയുണ്ട്. കയ്യിൽ പൈസ വരുമ്പോൾ പിന്നെ ഇയാൾ എങ്ങനെയാണ് തട്ടിപ്പുറത്താക്കേണ്ടത് എന്നുള്ള ചിന്തയാണ്. ഇയാൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നുള്ള ചിന്തയാണ്. ഞാൻ അധ്വാനിച്ചിട്ടല്ലേ പൈസ ഉണ്ടാകുന്നത്, ഇയാൾ പണിയെടുക്കുന്നില്ലല്ലോ. അയാൾ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നതുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ കഴിയുന്നത് എന്ന ബോധം വേണം. അങ്ങനെ നന്ദി കേടുള്ളവരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ വിഷയതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ചില ആളുകളുണ്ട് പൈസക്ക് കടം ചോദിക്കൂ. എന്തൊരു സ്നേഹമായിരിക്കും എന്നറിയോ. കടം ചോദിക്കുമ്പോ പതുക്കെ വീട്ടിൽ വന്നിരിക്കും, നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. ചിരിച്ചുകൊണ്ട് പതുക്കെ സോപ്പിട്ടിട്ട് പൈസ അങ്ങ് വാങ്ങും. പൈസ വാങ്ങിയിട്ടങ്ങ് പോയിട്ട് അതാ ഡേറ്റിന്റെ ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കടം വാങ്ങിയ ആള് പതുക്കെ വിളിച്ചു നോക്കുന്നത്. നമ്മളെ ഡേറ്റ് കഴിഞ്ഞിട്ട് 2 ദിവസമായിരുന്നു, എന്തൊക്കെയാ വിശേഷങ്ങള്. അന്ന് ചിരിച്ചു സോപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയ ആളാണ്. അപ്പോഴാണ് അപ്പുറത്ത് നിന്നതാ വാങ്ങിയ ആളെ ചോദ്യാണ്, 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, 2 കൊല്ലം
ഒന്നുമല്ലല്ലോ. ഇതെന്തൊരു തിരക്കാ, ഞാനെന്താ മരിച്ചു പോയിട്ടുണ്ടോ? ഈ നിരക്ക് നന്ദികേടുള്ള സ്വഭാവമുണ്ടല്ലോ. ഈമാനുള്ളവനോട് യോജിച്ച പരിപാടിയല്ല. വഅദ് പാലിക്കുക എന്ന് പറയുന്നത്, കരാറ് പാലിക്കുക എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അതേ സ്ഥാനത്ത് കരാറിന്റെ വിഷയത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് വെറുപ്പ് പിടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണെന്ന് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഅദ, അവർ വഅദ് പറഞ്ഞാൽ അഖ്ലഫ, അവർ ആ വഅദ് പാലിക്കുന്നവരാകൂല. അത് മുനാഫിഖിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ വഅദ് കേൾക്കുന്ന വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് ഇല്ലായ്മയുള്ള കാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ചിന്താഗതി ഉണ്ടല്ലോ. നമ്മളെ സഹായിക്കുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഹൃദയം ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കൂടാ. അതേ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ വഅദ് പറഞ്ഞാൽ ഇന്ന ഡേറ്റിന് തരാം എന്ന് പറഞ്ഞത് എന്നാൽ ഇന്ന സ്ഥലത്ത് നിന്നൊരു സംഖ്യ വരാനുണ്ട്, അത് തരുന്ന സമയത്ത് എന്തായാലും കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ്. അയാളെ വിളിച്ചു നോക്കുമ്പോൾ അയാള് വാക്ക് മാറിക്കളഞ്ഞു, അതുകൊണ്ട് നിനക്ക് നിന്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം നമ്മളെ മനസ്സ് എങ്ങനെയാണോ കടം വാങ്ങുന്നവന്റെ മുന്നിൽ പോയി നിന്ന് തവാദുവോടെ വിനയത്തോടെ നല്ല സോപ്പിട്ടിട്ട് അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച്, കട്ടൻ ചായ കുടിച്ചിട്ട് നീ വാങ്ങിയ പൈസയില്ലേ, ഇതുപോലെ ഡേറ്റ് ചോദിച്ചു വാങ്ങാനുള്ള മനസ്സുള്ളവനാകണം മോമിൽ. പണം വാങ്ങിക്കഴിയുമ്പേക്ക് ഞാനെന്താ മരിച്ചുപോയോ, ഞാനെന്താ അങ്ങനെ നിന്റെ പൈസയുമായി മുങ്ങിക്കളയുമോ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന സ്വഭാവക്കാരനായി നമ്മൾ മാറിപ്പോയി കൂടാ, അതപ്പതിച്ചു പോയി കൂടാ. ഏത് സമയത്ത് എങ്ങനെയാണോ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തത്, ഇല്ലായ്മയുള്ള കാലത്ത് എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതിനേക്കാൾ ഒന്നുകൂടി ഭംഗി കൂട്ടി കൈകാര്യം ചെയ്യണം. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇല്ലാത്ത കാലത്ത് ഏത് വസ്തുവിനോടും ഉണ്ടാകുന്നൊരു മൂല്യം, ആ മൂല്യം നമ്മളെ കയ്യിൽ കിട്ടിയാൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം. അല്ലേ അല്ലേ അങ്ങനെയല്ലേ? കാറ് വാങ്ങിയ ആളുകള്, വാച്ച് വാങ്ങിയ ആളുകള്, മൊബൈൽ ഫോൺ വാങ്ങിയ ആളുകള്, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സാധനം നമ്മളെല്ലാം കയ്യിലില്ലേ? ഇല്ലേ? വാച്ചും മൊബൈലൊന്നും ഇല്ലേ? ഉണ്ട്, വാച്ച് ഉണ്ട്, മൊബൈൽ ഉണ്ട്, എല്ലാം ഉണ്ട്. ഫസ്റ്റ് ദിവസം മൊബൈൽ വാങ്ങിയാൽ എങ്ങനെയാ അതിനോട് പെരുമാറുക? നിലത്തേക്ക് വെക്കാൻ ധൈര്യം ഉണ്ടാവില്ല, പഠിച്ചോനെ വെച്ചിട്ട് കലബ് പോകുമെന്ന് പേടിച്ചിട്ടേ, അല്ലേ? അല്ലെങ്കിൽ അതിന്റെ മേലെ സ്റ്റിക്കർ, അടിയിലൊരു കവറ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കൊണ്ടുപോയിട്ട് വെക്കുമ്പോ പതുക്കെ ഇങ്ങനെ വെക്കൂ. കാരണം അതിന്റെ മുകളിൽ കലബ് പോകുന്നുള്ള ഭയങ്കര ബേജാറാ. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വെക്കലിന്റെ കടുപ്പം ലേശം ഒന്നുകൂടി, അല്ലേ? കാറ് മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ്, നമ്പർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രിയിൽ വണ്ടി നിർത്തി വെച്ചപ്പോൾ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കത്ത് കാണുകയാണ്. വണ്ടീന്റെ അടുത്താരോ വന്ന് നോക്കുന്നുണ്ട്. ഇയാൾ ഉറക്കിൽ എണീറ്റിട്ട് പുറത്തേക്ക് പോയി നോക്കുകയാണ്, എന്റെ വണ്ടി അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. കണ്ടപ്പം വലിയ സമാധാനായി. രാവിലെ എഴുന്നേറ്റിട്ട് വണ്ടീന്റെ 4 ഭാഗവും ചുറ്റിയിട്ടൊരു നടത്താണ്. വണ്ടിക്കൊരു കുഴപ്പമില്ലല്ലോ, ആരും വന്നിട്ടൊന്നുമില്ലല്ലോ, ഞാൻ സ്വപ്നം കണ്ടതാണ്, അല്ലേ? എന്നിട്ട് മൂപ്പർക്ക് ഒരു തടവലൊക്കെ വെച്ച് കൊടുത്തിട്ട് സമാധാനത്തിലങ്ങ് പോകും. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് രാവിലെ പച്ചവെള്ളത്തിൽ കഴുകണം, വൈകുന്നേരം ചൂടുവെള്ളത്തിലും കഴുകണം. അങ്ങനെ കൊണ്ടു നടന്ന കാറാണ്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടില്ല, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ കഴുകാൻ നാട്ടുകാരെ ചോദിക്കണമല്ല, മോനെ എന്റെ വീട്ടില് വെള്ളമില്ലേ, ഇതെന്താ കഴുകാത്തത്, അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ? അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ഉണ്ടായിരുന്ന മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നവർ അങ്ങനെ ആയി പോയി കൂടാ. അത് തൽക്കാലം വണ്ടിയിലും ഫോണിലൊക്കെ ആയാ സാരമില്ല, അല്ലേ? വണ്ടിയിലും ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാം, അല്ലെ? അത് സാരമില്ലാന്ന് വെക്കാം, കാരണം ഓൻ പൈസയും കൊടുത്തു വാങ്ങിയാണല്ലോ. ഇത് ചില ആളുകൾ നിക്കാഹ് ചെയ്താലും അങ്ങനെ തന്നെ. അങ്കത്തുക ബിന്ദിന്ന് ബാപ്പ പറയുമ്പോ ഭയങ്കര ആവേശത്തിലാണ്. കബിൽതു നിക്കാഹ പറഞ്ഞപ്പോൾ ഹാ കൂടിപ്പോയോ എന്ന് ബേജാറാകണം, അത്ര സന്തോഷത്തിലായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നിക്കാഹ എന്ന് പറയുമ്പോ ചിരിച്ചു പോവോ എന്ന് പറഞ്ഞില്ലേ? സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ടാണ്. അങ്ങനെ കബിൽതു നിക്കാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യനെ സ്വീകരിച്ചതാണ്. വിവാഹം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഭയങ്കര സ്നേഹം, ആദ്യത്തെ ദിവസം തലവേദന എന്ന് പറഞ്ഞപ്പോൾ 4-5 ഹോസ്പിറ്റലിന്റെ പേര്
10 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ എണ്ണം 1 കുറഞ്ഞു. അതേ 1 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ എണ്ണം 2 കുറഞ്ഞു. ഇങ്ങനെ പിന്നെ ഭാര്യമാർക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, ചോദിച്ചാൽ പിന്നെ ബിസിനസിന്റെ തിരക്കാണ്, ജോലിയുടെ തിരക്കാണ്, ദുന്യാവിന്റെ ഓട്ടത്തിലാ. ഭാര്യനെ പിന്നെ പരിഗണിക്കാൻ നേരമില്ല. അതേ സ്ഥാനത്ത് വാട്സപ്പിൽ ഒരു പ്രൊഫൈലിൽ വെളുത്ത നിറമുള്ളൊരു പെൺകുട്ടിയുടെ ചാറ്റിങ് വന്നപ്പോ തിരക്ക് കാണാനില്ല. വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇങ്ങനെ മൂല്യത്തെ കുറിച്ച് ബോധമില്ലാത്തവനായി കയ്യിൽ കിട്ടുമ്പോഴേക്ക് അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന, മാനസികമായി നഷ്ടപ്പെട്ടു പോകുന്നവനായി നമ്മൾ മാറിപ്പോയി കൂടാ. വിവാഹത്തിന്റെ ദിവസം എങ്ങനെയാണോ അവളെ സ്വീകരിക്കുമ്പോ നീ സന്തോഷിച്ചത്, ആ സന്തോഷം നിലനിർത്താൻ കഴിയണം. അപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഒരു ചോദ്യം, മൊയ്ലിയാരെ എങ്ങനെയാ ഇതിനെ സൈക്കിള് അല്ലെ, എങ്ങനെയാ സൈക്കിള്? വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പങ്ങ് കാലെടുത്ത് വെക്കുമ്പോഴേക്ക് വിളിക്കൂ, നിങ്ങളെവിടെ എത്തി അല്ലേ? നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരും രണ്ടും ഉണ്ടാവില്ല എന്നങ്ങ് വിചാരിക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ? വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ഭാര്യ വിളിക്കൂ, എവിടെ എത്തി? ഞാനിതാ സ്റ്റെപ്പ് ഇറങ്ങുന്നേ ഉള്ളൂ, അതിന്റെ മുമ്പ് എന്നെ നീ വിളിയാ. എന്നാ സാരമില്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ട് കുറെ നേരമായി. ഓളാ സ്നേഹത്തിന്റെ കടുപ്പാണ് എന്ന് വിചാരിക്കാനുള്ളൊരു മനസ്സ് ഭർത്താവിനുണ്ടെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവൂലേ? അത് കഴിയൂല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇപ്പൊ ഞാനിവിടെ വരുമ്പോ എന്നോട് അറിയാതെ എൻ്റെ ഫോണിൽ എൻ്റെ ഭാര്യൻ്റെ ഫോൺ അങ്ങ് തട്ടിപ്പോയി. അപ്പൊ എനിക്ക് മെസ്സേജ് അറിയാതെ തട്ടിയതായിരിക്കും എന്നറിയാം. അത് സ്വാഭാവികമാണ്. എന്തിലധികം പറയാനാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്നേഹം കൊണ്ട് ഇത്തരം ചില സംസാരങ്ങൾ സംസാരിച്ചിരുന്ന അവസരങ്ങളെ കുറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ചെറിയ ചെറിയ തർക്കവും ചെറിയ ചെറിയ സന്തോഷം പങ്കുവെക്കലൊക്കെ സ്വാഭാവികമാണ്. അതിനൊക്കെ ചിരിയോടുകൂടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു പൗരുഷം എന്ന് പറയുന്നത്. അല്ലാതെ ചിലർ വിചാരിച്ച് തൊലാക്കിയല്ലേ ഭയങ്കര പൗരുഷാണ് എന്നാ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവൂല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞിരുന്നു, ഒരു ചങ്ങായി ഇങ്ങനെ പ്രസംഗിച്ച് കിടക്കുന്നുണ്ട്, മുത്തലാഖ് മുത്തലാഖ് മുത്തലാഖ്, ഇസ്ലാം മുത്തലാഖ് പറഞ്ഞ മതാണ്. ഞാൻ അവനെപ്പറ്റി കൃത്യമായി പഠിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. പക്ഷെ അവനെപ്പറ്റി അറിയുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ചങ്ങാതിന്റെ കഥ? നോക്കുമ്പോൾ ഓരോ പെണ്ണ് കെട്ടിയിട്ട് അവനെ ഒഴിവാക്കിയിട്ടുണ്ട്. മുത്തലാഖ് എന്ന പേരിൽ ഡൈവോഴ്സ് എന്നാ പേരിട്ടത്. പിന്നെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, രണ്ടാമത്തത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഭാര്യനല്ല കേട്ടോ, ഒരു ഭാര്യനെ ഒരു തലാഖ് ചൊല്ലി, ഒരു ഭാര്യനെ രണ്ടാമത്തെ തലാഖും ചൊല്ലി എന്നല്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്തു, തലാഖ് ചൊല്ലിയിട്ടില്ലേ, ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്തിട്ടുള്ളൂ, പേര് മുസ്ലിമിന്റെ പേരാ. ഡൈവോഴ്സ് ചെയ്തിട്ട് ഒന്നാമത്തേനെ ഒഴിവാക്കിയിട്ട് പുതിയ കെട്ടി, എന്നിട്ട് അതിനെ ഡൈവോഴ്സ് ചെയ്തു, തലാഖ് ചൊല്ലിയിട്ടില്ല, മുത്തലാഖൊന്നുമില്ല. പിന്നെ ഡൈവോഴ്സ് ചെയ്തു, ഒഴിവാക്കിയതാ, ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട് പേര്, അറബി അങ്ങ് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത്തേനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം തലാഖിലെന്ന പീരീഡ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പുതിയ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകൾ. എന്നിട്ടോ ഇസ്ലാം ഭയങ്കര മുത്തലാഖ് പഠിപ്പിച്ച മതാണ്. ഇങ്ങനെയുള്ള കുറെ കാക്കാമാരെ വാക്ക് കേട്ടിട്ട് ചെറുപ്പക്കാരെ, ഇപ്പൊ വരുന്ന ഏതെങ്കിലും ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് ഓൺലൈനിൽ വരുന്ന ഇത്തരം കാക്കാമാരെ വാക്ക് കേൾക്കുമ്പോ മുസ്ലിമീങ്ങളായ ആലിമീങ്ങളും മുഅ്മിനീങ്ങളായ നമ്മളെ മുൻഗാമികളൊക്കെ തന്തവൈബന്മാരാണെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാകൂലേ? 6ാം നൂറ്റാണ്ടുകാരാണെന്ന് തോന്നുന്നുണ്ടാകും. അവർ 4 കാലികളുടെ വിവരം പോലും ഇല്ലാത്തൊരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അവരെ മൃഗാട് എന്ന് വിശേഷിപ്പിക്കരുത്, മറിച്ച് മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോയ സ്വഭാവക്കാർ. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തകർത്തിട്ട് വേണം കാണുന്ന പെണ്ണിനെ ചേക്കേറി ജീവിക്കാൻ. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തോന്നിവാസികളെ വാക്ക് കേട്ടിട്ട് അവർ തന്തവൈബിന്നോ അല്ലെ 6ാം നൂറ്റാണ്ടുകാരിന്നോ 4ാം നൂറ്റാണ്ടുകാരിന്നോ എന്തെങ്കിലും വിവരമില്ലാത്ത വാക്ക് കേൾക്കുമ്പോഴേക്ക് മുസ്ലിമീങ്ങളൊക്കെ ഒരു പയഞ്ചൻ ചിന്താഗതിക്കാരാണ് എന്നുള്ള തോന്നൽ വന്നിട്ട് തട്ടമിട്ട പെൺകുട്ടികൾ ഉളുപ്പില്ലാതെ മൈക്കിന്റെ മുന്നിൽ വന്ന് പറയാണ്, മുത്തലാഖ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മുസ്ലിം പെൺകുട്ടിക്ക് മനസ്സിലായോ എന്താ മുത്തലാഖ്? എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും തിരിഞ്ഞിട്ടല്ല. പിന്നെ മൈക്കിന്റെ മുമ്പിൽ നിങ്ങൾ പറയുന്നേ മുത്തലാഖ് വരെ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ മോളെ മുത്തലാഖ് എന്ന് പറഞ്ഞാല്? അറിയില്ല. നിന്റെ ബാപ്പ നിന്റെ പുതിയാപ്പിളക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോ അങ്കഹതുക ബിന്തി, ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു, എന്നെയാക്കി കൂട്ടിച്ചേർത്ത് തന്നു എന്ന് അറബിയിൽ പറഞ്ഞ മദീന മസാല. പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ ഉസ്താദുമാര് മലയാളം കൂടി കൂട്ടിച്ചേർത്ത് തരും. അത് മനസ്സിലാകാത്തത് കൊണ്ട് ഇവൻ കുടുങ്ങിപ്പോയി എന്ന് പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട്, അറബി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മലയാളം കൂടി പറഞ്ഞു തരും. പക്ഷെ നിക്കാഹ് ചെയ്യുമ്പോ അറബിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രം തന്നെ അവന് മനസ്സിലാകുമെങ്കിൽ ഒരൊറ്റ ഭാഷയിൽ പറഞ്ഞാൽ മതി. ഒരു വട്ടം പറഞ്ഞിട്ട് നിന്റെ ബാപ്പ നിന്റെ പുതിയാപ്പിളെ കേൾപ്പിച്ചു കൊടുത്ത ബന്ധത്തിനാ നിക്കാഹ് എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കി ഉസ്താദുമാരോട്, ഒരൊറ്റ വട്ടം പറഞ്ഞാൽ മതി. ആ പറയുന്ന ബന്ധം അത് 2 സാക്ഷികൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിക്കാഹ് സ്വഹീഹായി എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വട്ടം പറഞ്ഞ് കെട്ടിച്ച നിന്നെ ഒഴിവാക്കണമെങ്കിൽ ഒരു തലാഖ് കൊണ്ട് മതിയാകൂല എന്നാ ഇസ്ലാം പറയുന്നത്. എത്ര നല്ല
മതാണ്. വേറെ ഏതെങ്കിലും ചങ്ങാതിയെ പോലെ വിവാഹമൊന്നും കഴിയാതെ 4 മക്കളായിട്ട് ജീവിക്കുന്ന മതമല്ല ഇസ്ലാം. നമ്മളെ നാട്ടിലില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ-അലീം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ, കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിന് അടുപ്പിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയാണ്, 50,000 ഉറുപ്പ്യ വേണം. ഞാൻ ചോദിച്ചതിനാ മഹർ വാങ്ങാനാണോ എന്ന് ചോദിച്ചു. ഈ കുട്ടി പറയാണ്, അല്ല പിന്നെ എന്തിനാണ്, മഹർ വാങ്ങാനല്ല. അന്ന് മഹറിന്റെ വില ഇപ്പോഴാണ് 60 ആയത്, അന്ന് 50ന്റെ അടുത്തേ ഉള്ളൂ. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് 50,000 ഉറുപ്പ്യാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഉമ്മാക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകാൻ. അസ്തഗ്ഫിറുല്ലാഹൽ-അലീം. ചോക്ലേറ്റ് ജാഥ വിളിക്കണം പോലും. പുതിയ സംസ്കാരങ്ങൾ കൊണ്ടുവരാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത പുതിയ പുതിയ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന് വൈവാഹിക ജീവിതത്തെ കൊണ്ടുപോയി ജനങ്ങൾക്ക് തീരെ പറ്റാത്ത രൂപത്തിലേക്ക് അതപ്പതിക്കുന്ന ചിന്താഗതികള്. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, ഒരിക്കലും നമ്മളെ മക്കളോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നവരാകരുത്. അവർക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം പറഞ്ഞത് എന്താണെന്ന് അറിയോ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. മഹർ കൊടുക്കാൻ, ചെലവിന് കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ പണം ഉണ്ടോ? വിവാഹം കഴിച്ചു എന്നാണ്. അല്ലാതെ ചോക്ലേറ്റ് റാലി നടത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ-അലീം. നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് പുതിയ ആപ്പിളക്ക് കഴുത്തിൽ കൊണ്ടുപോയി താലി ചാർത്തി കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ വിവാഹമാണോ മുസ്ലിമേ? നീ മുസ്ലിമാണ് എന്ന് പറയുകയും ഏതോ മതക്കാരന്റെ ആചാരം കോപ്പി അടിച്ചിട്ട് കയ്യിന്റെ മേലെ മോതിരം ധരിപ്പിച്ചു കൊടുക്കുന്ന പുതിയ ആപ്പിളയായി അവളെ തൊടാൻ പറ്റാത്ത കാലത്ത് തുടക്കത്തിൽ തന്നെ ഹറാം ചെയ്തിട്ട്, സ്പർശനം കൊണ്ട് ഹറാം ചെയ്തിട്ട് വിവാഹം ചെയ്യുന്ന സ്വഭാവം മുസ്ലിമേ, നിനക്ക് ഇസ്ലാമിലുള്ള കാലത്തോളം ഭൂഷണമാണോ? മുസ്ലിമാണെന്ന് പറയുന്ന കാലത്തോളം നിനക്ക് യോജിച്ചതാണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാസർഗോഡ് ജില്ലയിലും മറ്റൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം, ആ റബ്ബിനോട് നന്ദിയുള്ളവരാകണം, ദീനിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവരാകണം. ആരെങ്കിലും തന്ത വൈബ് എന്ന് പറയുമ്പോഴേക്ക് ഒലിച്ചു പോകുന്ന ഈമാനായി ഓ ഉപ്പമാരെ, നമ്മളെ ഈമാൻ ചുരുങ്ങിപ്പോയിക്കൂടാ. ആരെങ്കിലും 6-ാം നൂറ്റാണ്ടുകാരനാണ് എന്ന് പറയുമ്പോഴേക്ക് ഒലിച്ചു പോകുന്ന ഈമാനാകരുത് നമ്മളെ ഈമാന് എന്നാ ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയിരുന്നു. കയ്യിലുള്ള കാലത്തുള്ള മൂല്യമുണ്ടല്ലോ, ആ മൂല്യത്തെ എന്നും സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വിവാഹം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഭാര്യനോട് പെരുമാറുന്നത്, ആ ഒരു പെരുമാറ്റം മരണം വരെ പെരുമാറാൻ കഴിയണം. ഇവളേതായാലും എന്നെ വിട്ടെവിടെയും പോകൂല എന്ന് തോന്നുമ്പോ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത തെറിയൊക്കെ ഭാര്യകൾ കണ്ട ഗതികേടുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ ചെറുപ്പക്കാരാ, നമുക്ക് ഭൂഷണമല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അഹ്സനുക്കും മഖ്ലാഖാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവികളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളി കമ്മിറ്റിയിൽ വരുമ്പോൾ നല്ല സ്വഭാവം വേണമെന്ന് ഞാൻ പറയേണ്ടില്ല. കാരണം പ്രസിഡന്റാണ്, ട്രഷറർ ആണെന്നുള്ള ചിന്ത എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലെ സെക്രട്ടറി ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നല്ല സ്വഭാവത്തിൽ ഇന്നില്ലേ നാട്ടുകാർ പ്രസിഡന്റ് ആക്കൂല, നാട്ടുകാർ സെക്രട്ടറി ആക്കൂല, ട്രഷറർ ആക്കൂല. നമ്മളെ നാട്ടിലുള്ള നേതൃപദവിയിൽ എത്തണമെങ്കിൽ നല്ല സ്വഭാവവും നല്ല ചിന്താഗതിയും നല്ല ശൈലിയും വേണം. അതില്ലെങ്കിൽ നാട്ടുകാരനെ ഏറ്റെടുക്കൂല എന്നറിയാം. അതുകൊണ്ട് അവിടെ സ്വഭാവം നന്നാക്കണമെന്ന് ഞാൻ വേദ പറയേണ്ടതില്ല. അതേ സ്ഥാനത്ത് ആരും ഇടപെടാത്ത നിന്റെ കുടുംബ ജീവിതം ഉണ്ടല്ലോ, നിന്റെ ഭാര്യയുമായുള്ള ഇടപാടുണ്ടല്ലോ, അവിടെയാ നിന്റെ സ്വഭാവം നന്നാക്കേണ്ടത്. അതാണ് അഹ്സനുക്കും മഖ്ലാഖാ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവർ, ഏറ്റവും നല്ല സൽസ്വഭാവികളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് നല്ല മൂല്യമുള്ള ഏത് കാര്യത്തെയും കയ്യിൽ കിട്ടിയാൽ അതിന്റെ മൂല്യത്തെ കുറിച്ച് മറന്നു പോകുന്നവരാകരുത്, അതിന്റെ വാല്യൂയെ കുറിച്ച് ഓർമ്മയില്ലാത്തവരാകരുത്. ഇത് തന്നെയാണ് പലപ്പോഴും മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ കഥയിലും പറയാനുള്ളത്, അല്ലേ? ആരോഗ്യം എന്ന് പറയുന്നത് അല്ലാഹു തന്ന ഏറ്റവും വലിയ മൂല്യവത്തായ സ്വത്താണ്, ഏറ്റവും മൂല്യവത്തായ ബഹുമാനമുള്ള സ്വത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലേ? അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു നിഅമത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്.
ഒരു നേരം നമ്മളെ ശരീരത്തിൽ എല്ലാരും പണിമുടക്കണ്ട, ഒരു ഞരമ്പ് പണിമുടക്കിയാൽ മതി അല്ലേ? എത്ര ഞരമ്പുണ്ട് നമ്മളെ ശരീരത്തില്? നിവർത്തി വെച്ചാൽ കോടാനുകോടി കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളം കൊണ്ടുപോകാൻ കഴിയുന്ന ഞരമ്പുകളുടെ ലോകമാണ് മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അല്ലേ? ആ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഞരമ്പ് ചെറുതായിട്ടൊന്ന് പണിമുടക്കിയാൽ മതി. അതിന് നമ്മൾ സ്ട്രോക്ക് എന്നോ ഇനി അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് പറഞ്ഞോളൂ. ആ ഒരൊറ്റ ഞരമ്പിന്റെ സ്ട്രോക്കിന്റെ പേരിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ തീരാത്ത ബലപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, തലേ ദിവസം അതിന്റെ തലേന്നോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാര് പറയാണ് ജീവൻ തന്നെ വലിയ ബേജാറിലാണ്. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ പരിപൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. അയാൾ കേൾക്കുന്ന വിശ്വാസികളെ, ഒരൊറ്റ ഞരമ്പ് പണിമുടക്കിയാൽ മതി. അപ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിന്റെ മൂല്യത്തെ കുറിച്ച് അറിയുന്നത്. കിഡ്നിയിൽ വെള്ളം കയറിയിട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗിയെ ഈ പാവപ്പെട്ട മുത്തഅല്ലിം കാണാൻ വേണ്ടി ചെന്നപ്പോ അതാ അയാൾ എന്നോട് പറയാണ്, എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ അറിയുന്നില്ല. കാണുന്നത് കണ്ണിന്റെ മുന്നിലൊക്കെയും ബേജാറുള്ളത് മാത്രമാണ്, പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ്. ഈ രോഗം വരുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു ബേജാറോ ഒരു ടെൻഷനോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു കുഴപ്പമില്ല, ബേജാറാകേണ്ടതില്ല, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ മാറുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ചാണ്, കിഡ്നി ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ്, കിഡ്നി മാറ്റിവെച്ച ആളുകളെ കുറിച്ചാണ്, അവരൊക്കെ ജീവിതത്തിൽ അവരെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. ഓർമ്മ വരുന്നത് ഹോസ്പിറ്റലിന്റെ ബെഡിൽ ഫാനിലേക്ക് നോക്കിയിട്ട് മലർന്നു കിടക്കുമ്പോഴാണ്. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള സമയം പലപ്പോഴും അതുകൊണ്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനും ഫീമാ കസീറും മിനന്നാസ്. മനുഷ്യന് ലഭിക്കുന്ന രണ്ട് നിഅമത്തുകൾ ഉണ്ടല്ലോ, ആ നിഅമത്തുകളിൽ പലപ്പോഴും മനുഷ്യൻ വഞ്ചിതരാണ്. അങ്ങനെയുള്ള വലിയ മഹത്തായ രണ്ട് നിഅമത്തുകൾ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട് ജനങ്ങളെ. ഏതാണ് ആ നിഅമത്ത് എന്നറിയോ? അസ്സിഹത്തു വൽ ഫറാഗ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് നിഅമത്തുകൾ, ആ രണ്ട് നിഅമത്തുകൾ പലപ്പോഴും മനുഷ്യനെ വഞ്ചിച്ചു കളയും. അവന്റെ ആരോഗ്യ സമയമാണ് ഒന്നാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സിഹത്തു, ആരോഗ്യമുള്ള സമയമാണ്. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ, ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ പിടിച്ചു പോയ ആളുകളെ കാണുന്നില്ലേ നിങ്ങൾ? റബ്ബ് നമ്മളെയും മക്കളെയും ബാപ്പമാരെയും ഉമ്മമാരെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും എല്ലാവരെയും റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ക്യാൻസർ ആണ് എന്ന് പറയാൻ പഞ്ചായത്ത് നിന്ന് പേപ്പർ കിട്ടേണ്ടതില്ലല്ലോ, അതിനേതെങ്കിലും പഞ്ചായത്ത് നമ്മൾ അറിയിക്കേണ്ടതില്ലല്ലോ, ഏതോ രാഷ്ട്രീയക്കാരൻ ഉണ്ടാക്കി വെച്ച കെണിവലല്ലോ, ഏതെങ്കിലും അതുപോലെ ദുന്യവിയായ ലോകത്തുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കി തന്ന പ്രയാസങ്ങളല്ലല്ലോ. റബ്ബിന്റെ തീരുമാനം അവനിങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മളെ സുഹൃത്തുക്കളിൽ പലരും കണ്ടാൽ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവനാണ്, നമ്മളെക്കാൾ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവൻ രാവിലെ ജിമ്മിന് പോകുന്നവനാണ്, രാവിലെ ഉറങ്ങാതെ എഴുന്നേറ്റ് നടക്കുന്നവനാണ്, ആരോഗ്യം നന്നാകാൻ വേണ്ടി കളിക്കാൻ വേണ്ടി പോകുന്നവനാണ്, തടിയിളകുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവനാണ്. പച്ചക്കറിയല്ലാതെ പലപ്പോഴും കഴിക്കാറില്ല. കോഴിയോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, തിരിയുന്ന കോഴി കാണുമ്പോ തിന്നണമെന്ന തോന്നലില്ലാത്തത് കൊണ്ടല്ല, മട്ടനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ബീഫിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ശരീരം നോക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് അവനെ നോക്കിയപ്പോൾ അവന് കൊളസ്ട്രോളാണ്, അവന് പ്രഷറാണ്, ഷുഗറാണ്, രോഗത്തിന് വയസ്സ് പറയാനില്ലല്ലോ. മുസ്ലിയാരെ, 4-ാം വയസ്സിൽ എന്ത് പ്രഷറാണ്? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. കുട്ടി ഐസിയുലാണ്, വെന്റിലേറ്ററിലാണ്, പ്രസവിച്ച് വീണ കുട്ടിയാണ്, വല്ലാത്ത വിഷമത്തിലാണ്. എന്താ പ്രയാസം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താണ് എന്നറിയോ? പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാത്ത കുട്ടിക്ക് ഷുഗറാ. മുസ്ലിമെ, തടയാൻ കഴിയുന്ന ശക്തികളുണ്ടോ? മരുന്നുകളുണ്ടോ? ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് ആ
റബ്ബ് തരുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു നിഅമത്താണ് അസ്സിഹത്തു, നിന്റെ ആരോഗ്യം കിട്ടുമോ? ഇരിക്കുന്ന സമയത്തൊരു പ്രയാസവുമില്ലായിരുന്നു അല്ലേ? നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലായിരുന്നു. ഇനിയും എഴുന്നേൽക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് റബ്ബെങ്ങാനും എഴുന്നേൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് പറയാൻ കഴിവുള്ളവനെവിടെ? എന്തിലധികം പറയാനാണ്? ജീവനോടെ കടന്നുറങ്ങിയ ട്രെയിനിൽ നല്ല ജീവനോടെ കടന്നുറങ്ങിയതാണ്. ആരോഗ്യപരമായ ഒരു പ്രശ്നവും പറയാനില്ല. അപ്പുറത്തുള്ള ബോഗിയിലുള്ളവൻ ഉറക്കം കിട്ടുന്നില്ല. എന്താ കാരണം എന്നറിയോ? തൊട്ടടുത്ത് അപ്പുറത്ത് അതാ സീറ്റിൽ കിടക്കുന്നയാള് കൂർക്കം വലിച്ചിട്ട് നിർവാഹമില്ല. അപ്പൊ ഇയാള് പോയിട്ട് അയാളെ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ കൂർക്കം വലിച്ചാ പറ്റൂല. അപ്പൊ മറ്റേയാള് പറയാണ് ഞാൻ കൂർക്കം വലിക്കുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പറയല്? അപ്പൊ ഇയാള് പറയാണ് ഞാൻ എന്നാ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു തരാം. ജീവനില്ലാത്തത് കൊണ്ടാണോ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? കൂർക്കം വലിക്കണ്ടെന്ന് കുറങ്ങുന്നവന് താല്പര്യമുണ്ട്, പക്ഷേ അധികാരം നിന്റെ കയ്യിലല്ല എന്ന് റബ്ബ് നിന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നീ അറിയാതെ നീ ഇങ്ങനെ ശബ്ദിക്കുകയാണ്. നീ ഉറങ്ങിയപ്പോഴേക്ക് നീ എന്തൊക്കെയോ പറയുകയാണ്. നീ നിന്റെ വീട്ടിലും മടേ കുടുംബത്തിലും ഇഷ്ടപ്പെട്ടവരിലും മറച്ചു വെച്ചത് ഉറങ്ങുന്ന സമയത്ത് വിളിച്ചു പറയാണ്. പാപ്പാനൊക്കെ കേൾക്കാതെ, ഉമ്മ കേൾക്കാതെ, ഭാര്യ കേൾക്കാതെ മറച്ചു വെച്ച കാര്യങ്ങൾ ഉറക്കിൽ നീ വിളിച്ചു പറയാണ്. ഭാര്യ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ഇയാള് പറയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഉറക്കിൽ ഞാൻ എന്തൊക്കെ പറയും. ഓ മോമിനായ മനുഷ്യ, തടയാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. മനുഷ്യനെ റബ്ബ് ബോധ്യപ്പെടുത്താന് അധികാരമുള്ള റബ്ബിന്റെ മുൻപിൽ മനുഷ്യ നീ തൽക്കാലം കിട്ടുന്ന ആരോഗ്യമുണ്ടാകുമ്പോ വിശ്രമ സമയങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാനെ മറക്കുന്ന സ്വഭാവമുണ്ടല്ലോ, റബ്ബിനെ മറന്നു പോകുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ജീവിതത്തിൽ നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണേ. ഇല്ലെങ്കിലോ നിന്റെ ആഖിറം ചീത്തയായി പോകാൻ അത് കാരണമായി പോയി. എന്നാ മുസ്ലിയാരെ ഉറക്കിലല്ലേ ഞാൻ സംസാരിച്ചത്? ഉറക്കിൽ മാത്രാണോ? ചില ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? റേഡിയോ തുറന്നു വെച്ചതുപോലെയാണ്, സംസാരം കുറഞ്ഞു കിട്ടൂല. കണ്ടാ തുടങ്ങും ഇയാള് പെറുപെറു പറയാൻ തുടങ്ങും, അയാൾ നിർത്തി കിട്ടൂല. ഈ സ്വഭാവം ഈമാനുള്ളവന് ഭൂഷണമല്ല. അതാണ് മഹാനായ സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, റഈസുസ് സാഹിദീൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണല്ലോ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, നസല ബി അളിയാഫ്, എന്റെ അടുക്കലേക്ക് കുറച്ച് ലൈഫുകൾ വന്നു, കുറച്ച് അതിഥികൾ വന്നു. എന്താണ് അതിഥികളെ പ്രത്യേകത? ഫഅലിംതു അന്നഹും അബ്ദാൽ, എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഔലിയാക്കളെ കൂട്ടത്തിൽ പ്രത്യേകമായ ഒരു കാറ്റഗറി ലഭിച്ചിരിക്കുന്ന മഹാന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഇങ്ങനെ തോന്നും പഠിച്ചോനെ അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മളെ അടുത്ത് വരുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ഇബ്രാഹിമിനെ അടുത്ത് വന്നിട്ടുണ്ട്, അങ്ങനെ കുറെ പഴയ ഉസ്താദുമാരുടെ പേരൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മളെ അടുത്തൊന്നും വരുന്നില്ലല്ലോ. മോനെ നമ്മളെ അടുത്ത് വരണമെങ്കിൽ ആദ്യം നമ്മൾ അവർക്ക് പറ്റുന്നവരാകണം, അവരോട് യോജിക്കാൻ പറ്റുന്നവരാകണം, അവരെ കേൾക്കാനുള്ള അറിവുള്ളവരാകണം, അവരെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാകണം. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. പഠിച്ച റബ്ബ് നമ്മളെ ജീവിതം നന്നാക്കാനുള്ള ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കട്ടെ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞാൻ എന്റെ അടുക്കലേക്ക് അതാ ഒരു കൂട്ടം മഹാന്മാരായ സാലിഹീങ്ങൾ വന്നു. ഫഖുൽതു, അവരെ കിട്ടിയപ്പോ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? കിട്ടിയ ചാൻസിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഔസിനി, എനിക്കൊരു വസിയ്യത്ത് തരുമോ? എനിക്കൊരു വഅദ് പറഞ്ഞു തരുമോ? ബി വസിയ്യത്തിൻ, എങ്ങനെയുള്ള വസിയ്യത്താകണം എന്നറിയോ? ഹത്താ അഖാഫല്ലാഹ്, ഞാൻ അള്ളാനെ ഭയപ്പെടുന്നത് വരെ എനിക്കൊരു വഅദ് പറഞ്ഞു തരുമോ? അങ്ങനെയാണല്ലോ നമ്മളെ മുൻഗാമികളായ മഹാന്മാർ ഔലിയാക്കൾ പോലും ചിന്തിക്കുന്നത്, ഞാൻ എന്റെ ഹൃദയത്തെ നന്നാക്കാൻ എനിക്ക് എന്ത് വഴിയെന്നാണ്. അവര് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങൾ വാങ്ങിയവരാണ്. പക്ഷെ അവരെ മനസ്സിൽ കിബിറില്ലല്ലോ, അഹങ്കാരമില്ലല്ലോ. അവരെ കിബിറിയ മനസ്സിലൊരിക്കലും ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലല്ലോ. മറിച്ചോ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ എങ്ങനെ രക്ഷപ്പെടൂ എന്നുള്ള ചിന്തയാണല്ലോ. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഈ മഹാന്മാർ
മഹാന്മാരെ കണ്ടപ്പോ ഉടനെ പറയാണ്, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വയലിന് പോയാൽ എത്ര ആള് ചോദിക്കും നല്ല വയല് പറഞ്ഞു തരുമോ? സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാമില്ലെന്നല്ല ഞാൻ പറയുന്നത്. വയലിന് പോയാൽ ആദ്യം എല്ലാവർക്കും വേണ്ട പണി എന്താ? മൊയിലേറെ കൂടെ ഒരു സെൽഫി കിട്ടുമെങ്കിലും വേണം അല്ലേ, അയാളെ കൂടെ ഒരു ഫോട്ടോ കിട്ടുമെങ്കിലും വേണം. അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താൽ നല്ല ലൈക്ക് കിട്ടും. കുറെ ആളുകൾ ഇത് എവിടുന്നാ കണ്ടത് എന്ന് ചോദിക്കും അല്ലേ. അപ്പൊ ഒരു മനസമാധാനാണ്, അയാൾ നമ്മളെ സ്വന്തം ആളാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാതെ നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ചില ആളുകൾ എന്നോട് വന്നിട്ട് പറയും, ബാപ്പ ദുബായിൽ വന്ന എന്റെ അടുത്തല്ലാതെ താമസിക്കാറില്ല. ഞാൻ ചോദിക്കും ചിലപ്പോ എത്ര കൊല്ലായി? അപ്പൊ അവര് പറയാണ് 4-5 കൊല്ലായി ഞങ്ങളടുത്ത് തന്നെ താമസിക്കുന്നു. ഞാൻ ബാപ്പന്റെ കൂടെ 4-5 കൊല്ലായി പോകുന്നു. ഇന്ന് വരെ ഇയാളെ വീട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കള്ളം പറയാണ്, പച്ചക്കള്ളം പറയാണ് ചില ആളുകൾ. എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല എന്നാണോ? അല്ല, തൽക്കാലം ഇയാളെ മുന്നിലൊന്ന് നദി മെയിനാകണം. അതിന് ഏതോ ഒരു ദിവസം ചിലപ്പോ കയറിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴും എന്റെ വീട്ടിൽ തന്നെയാണ് വന്നാ ദുബായിൽ താമസിക്കാറ്, അല്ലെങ്കിൽ ഇവിടെ വന്നാ താമസിക്കാറ്, അവിടെ വന്നാ താമസിക്കാറ്. ജനങ്ങളെ മുന്നിൽ സ്ഥാനം കിട്ടണം എന്ന് വിചാരിച്ച്, മറ്റുള്ളവന്റെ മുന്നിൽ തൽക്കാലം ഒന്ന് മെയിനാകണം എന്ന് വിചാരിച്ച് കള്ളം പറയുന്ന സ്വഭാവമുണ്ടല്ലോ. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആവശ്യമില്ലാത്ത വിഷയത്തിൽ കള്ളം പറഞ്ഞ് ഏറ്റെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ മുഅ്മിനേ, നമുക്കുണ്ടായിക്കൂടാ. ഈ അടുത്തൊരാൾ എന്നെ ഫോണിൽ വിളിച്ചു, ഡേറ്റ് കിട്ടാനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു നിലക്കും എനിക്ക് ഡേറ്റ് തരാൻ നിർവാഹമില്ല. അപ്പൊ ഇയാൾ പറയാണ്, ഞാൻ ആ നാട്ടുകാരോട് പറഞ്ഞു പോയിട്ടുള്ളൂ, ഞാൻ നിങ്ങളുമായിട്ട് ഭയങ്കര കണക്ഷനാണ്, ദയവ് ചെയ്തിട്ട് എന്റെ അഭിമാനം കാത്തിരക്ഷിക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാ, വയല് പറയാനാണല്ലോ മുസ്ലിയാരെ വിളിക്കുന്നത്, ഇയാളോട് കള്ളത്തരം പറയാൻ പ്രചോദനം ചോദിക്കുകയാണല്ലോ ഈ സമൂഹം. എന്തൊരു ലോകമാണ് അല്ലാ. എന്നെ പോലത്തവർ വയല് പറയാൻ ഇറങ്ങിയപ്പോ ലോകത്ത് നടക്കുന്ന മുസീബത്തുകൾ എത്രയാണ്. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. മുസ്ലിമേ, ഇതെന്തെങ്കിലും നാടകം കാണിക്കലാണോ? ആരുടെയെങ്കിലും പവർ പറയലാണോ? വയല് പറയാമെന്ന മുസ്ലിയാർക്ക് അഭിമാനം പറയാനുള്ളതാണോ? അയാൾക്ക് ജനങ്ങളെ മുന്നിൽ മെയിനാകാനുള്ളതാണോ? ജനങ്ങളൊക്കെ കൈപിടിച്ച് മുത്താനുള്ളതാണോ? ജനങ്ങളൊക്കെ ആദരവ് കിട്ടാൻ വേണ്ടി മുസ്ലിയാർക്കുള്ള ഒരു അവസരമാണോ? ഒരിക്കലും അല്ലേ, അല്ല. വയല് പറയുന്ന മുസ്ലിയാർക്ക് വയല് കൊണ്ട് നന്നാകാനുള്ള അവസരമാണ്. വയല് പറയുന്നവന് മാറ്റമുണ്ടാകാനുള്ള അവസരമാണ്. അത് കേൾക്കുന്നവർക്ക് മാറ്റമുണ്ടായി കിട്ടിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ അതാണ് കേട്ടോ നിങ്ങൾക്ക് ഖൈറ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനാകണം നമ്മളെ ദീനീ ദഅവത്ത് എന്നാ ഞാൻ പറഞ്ഞത്. ഇതിനാകണം നമ്മളെ വഅദിന്റെ സദസ്സ് എന്നാ ഞാൻ പറഞ്ഞത്. ഇതിനാകണം നമ്മളെ ദിക്റിന്റെ മജ്ലിസ് എന്നാ ഞാൻ പറഞ്ഞത്. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല, മൊബൈൽ ഫോണിൽ ഭാര്യ അതാ ഏതെങ്കിലും ദിക്റിന്റെ മജ്ലിസ്, ഏതൊക്കെയോ ദിക്റിന്റെ പേരൊക്കെ അയാൾ പറഞ്ഞു, ആ ദിക്റിന്റെ മജ്ലിസ് ഓണാക്കിയിരുന്നാൽ ഞാൻ വിളിച്ചാൽ പോലും അയാൾ എന്നെ മൈൻഡ് ചെയ്യൂല, ഞാൻ വിളിച്ചാൽ പോലും അവൾ എനിക്ക് ഉത്തരം തരൂല. ആ സമയത്ത് വീട്ടിൽ പോയാ ചായ കിട്ടൂല, ആ സമയത്ത് വീട്ടിൽ പോയാ വെള്ളം കിട്ടൂല. ഇവള് ചെല്ലുന്ന ദിക്ർ ഏതാണ് എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. സ്വന്തം ഭർത്താവിനെ പരിഗണിക്കാതെ മുസ്ലിയാർ പറഞ്ഞ ദിക്റും കേട്ടിട്ട് ഈ മുസ്ലിയാർ കൊടുക്കുന്ന ദിക്ർ ഏതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാള് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ ഏതാണ് എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഓൺലൈനിൽ ഇരിക്കുന്ന മുസ്ലിയാരെ കൂടെ ചെല്ലുന്ന ദിക്റിന്റെ പേരിൽ സ്വന്തം ഭർത്താവിന്റെ ചായ മുടക്കുന്ന പെങ്ങന്മാരായി, സ്വന്തം ഭർത്താവിന്റെ ഭക്ഷണം മുടക്കുന്ന ഭാര്യമാരായി. ഓ വയല് കേൾക്കുന്ന പെങ്ങള്, വയല് കേൾക്കുന്ന ഉമ്മ, നമ്മൾ അതപ്പതിച്ചു പോയാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ് എന്നറിയോ? ഓൺലൈനിൽ വയല് പറയുന്ന മുസ്ലിയാരെ വയലിന്റെ പകുതി വയല് കേട്ടിട്ട് പൊരുത്തം വാങ്ങിയാ സ്വർഗം കിട്ടുമെന്നാണോ? അല്ല, വയല് കേൾക്കുന്ന ഉമ്മ, വയല് പഠിപ്പിക്കുന്നവര് പഠിപ്പിക്കേണ്ടത് എന്താണ് എന്നറിയോ? ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിച്ച പെണ്ണുണ്ടല്ലോ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതാരാ? പേരോടിന്റെ മകന്റെ വകയിലാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിക്കുന്ന പെണ്ണാണോ അവൾ സ്വർഗത്തിലാ.
വീട്ടിൽ അതിഥി വന്നിരിക്കുന്നു. ആ അതിഥിക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഭാര്യനോട് പറയുമ്പോ ഭാര്യ പറയാണ്, ഇല്ല എനിക്കിപ്പോ ചായ തരാൻ പറ്റൂല, ഞാൻ ദിക്റിന്റെ സദസ്സിലാണ്, ഓൺലൈനിൽ ചെല്ലുന്ന ദിക്റിലാണ്, നിങ്ങൾക്ക് ചായ തരാനില്ല, ലൈഫിന് ചായ തരാനില്ല, അതിഥിക്ക് ചായ തരാനില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ കാച്ചിക്കൊടുത്തോളൂ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ വയല് കേൾക്കുന്ന പെങ്ങളെ, ഈ ദിക്ർ കൊണ്ട് കടക്കാൻ ഉദ്ദേശിച്ച സ്വർഗേതാണ്? ഈ ദിക്ർ കൊണ്ട് നീ എത്തണമെന്ന് ഉദ്ദേശിച്ച സ്വർഗേതാണ്? ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗമല്ലെങ്കിൽ പിന്നെ നിന്നോട് വയല് പറയുന്നതിന് കാര്യമില്ലല്ലോ. അതേ സ്ഥാനത്ത് ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിക്കുന്ന പെണ്ണുണ്ടല്ലോ, ദഖലത്തിൽ ജന്ന, അവള് സ്വർഗത്തിൽ പ്രവേശിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സുബഹിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവാണ്. എവിടേക്ക്? ജോലിക്ക് വേണ്ടി പോവാണ്, അധ്വാനിക്കാൻ വേണ്ടി പോവാണ്. ആ ഭർത്താവ് തിരിച്ചു വരുന്നത് മഗ്രിബിന്റെ സമയത്താണ്. ഭർത്താവിന് നേരത്തെ ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിച്ചു വരുന്ന സമയമാണ്. ഉച്ചക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഹോട്ടലിലെ ഭക്ഷണമാണ്. രാത്രിയെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഭാര്യനോട് സ്നേഹത്തോടെ ഭക്ഷണമായോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എന്റെ ദിക്റിന്റെ സമയമാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തരാൻ കഴിയൂല എന്ന് പറയുന്ന പെങ്ങന്മാരായി. ഓ പെങ്ങളെ, നമ്മൾ മാറിപ്പോയി കൂടാന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലണ്ടെന്നാണോ? അല്ല, ഞാൻ ഏതെങ്കിലും ദിക്ർ ചൊല്ലിക്കുന്ന ഉസ്താദുമാർക്കെതിരായത് കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അയാൾ കേൾക്കുന്ന മുസ്ലിമേ, നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭർത്താവിനെ നേരത്തെ വിളമ്പി വെച്ചിട്ട് ദിക്ർ ചൊല്ലിക്കോളൂ. ഭർത്താവിന് ഉത്തരം ചെയ്യാത്ത നിലക്ക് നിങ്ങൾ എന്ത് ദിക്ർ ഏത് മഹാന്റെ കൂടെ ചൊല്ലിയാലും ഭർത്താവിന്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് സ്വർഗം വാങ്ങാന്നുമ്മ തെറ്റിദ്ധരിച്ചു പോയിക്കൂടാ. ഭർത്താവിന്റെ തൃപ്തി വാങ്ങുന്ന പെണ്ണാണോ ദഖലത്തിൽ ജന്ന. അങ്ങനെ മരിക്കുന്ന പെണ്ണാണെങ്കിൽ അവള് സ്വർഗത്തിൽ കടന്നുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വയല് കേൾക്കുന്ന വിശ്വാസികളെ, മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അടുക്കലേക്ക് നല്ല അതിഥികൾ വന്നു, മഹാന്മാരായ അതിഥികളാണ്. അവരെ കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, ഒരു സെൽഫി എടുക്കട്ടെ എന്നാണോ? അല്ല. നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നാണോ? അല്ല. നിങ്ങളെ കൂടെ ഒരു ചിത്രമാരെ കൊണ്ടെങ്കിലും വരപ്പിക്കട്ടെ എന്നാണോ? അല്ല. ഇബ്രാഹിമിന്റെ കാലത്ത് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോ വലിയാരെ. അന്നത്തെ കാലത്ത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ മൊബൈൽ ഇല്ലല്ലോ വലിയാരെ. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലല്ലേ, അതുകൊണ്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോ ചെയ്തു എന്നല്ലാതെ ഓരോ കാലത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോടും ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണോ? അല്ല. അന്ന് ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഫോട്ടോ ഇല്ല എന്നത് ശരിയാണ്, പക്ഷെ നമ്മളെക്കാളൊക്കെ കഴിവുള്ള വരക്കാരുള്ള കാലാണ് അല്ലേ? നല്ല ഫോട്ടോ വരച്ചുണ്ടാക്കുന്ന ആളുകളുള്ള കാലാണ്. നിന്നെക്കാൾ ഭംഗിയിൽ നിന്നെ വരക്കാൻ അറിയുന്ന ആളുകളുള്ള കാലാണ്. അങ്ങനെ രാജാക്കന്മാർക്ക് വരച്ചു കൊടുത്ത് പണം ഉണ്ടാക്കിയവരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലില്ലേ? അല്ലെ? രാജാക്കന്മാരെ ചിത്രം അവരുള്ളതിനേക്കാൾ ഭംഗിയിൽ വരച്ചു കൊടുത്തിട്ട് അതേ രാജാവിന്റെ കയ്യിൽ നിന്ന് പണം ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് ചരിത്രത്തിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അന്നും ചിത്രം വരക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ചിത്രം എടുക്കുന്ന ആളുകളില്ലാന്നേ ഉള്ളൂ. നോക്കിയിട്ട് വരക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മഹാന്മാരായ ഔലിയാക്കള് അവരെ മുന്നിലെത്തുമ്പോൾ ഔലിയാക്കളെ ദർജയൊന്ന് വേറെ. അതുകൊണ്ട് തന്നെ അവരെ മുന്നിലെത്തുമ്പോൾ അവർക്കത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടൂല. ഇപ്പൊ എന്നെ പോലുള്ള ജാഹിലികൾ വയല് പറയാൻ ഇറങ്ങിയപ്പോ ജനങ്ങൾക്കും പിന്നെ അതൊരു പ്രയാസമായില്ല, ബുദ്ധിമുട്ടായില്ല. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എനിക്ക് നല്ല ഉപദേശം തരണം എന്നാ പറഞ്ഞത്. എങ്ങനെയുള്ള ഉപദേശമാണ് എന്നറിയോ? നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടുന്നൊരു കോലമുണ്ടല്ലോ, അതുപോലെ റബ്ബിനെ ഭയപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വയൽ എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെ ആരും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ മെനഞ്ഞാന്ന് ഒരു വയലിന് പോയി. ബാപ്പ സാധാരണ പ്രസംഗിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ബാപ്പാക്ക് ഇത് സപ്തദിന പ്രഭാഷണം ഉള്ളതുകൊണ്ട് വരാൻ പറ്റൂല. എന്തായാലും നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞ് ഡേറ്റ് കൊടുത്തതാണ്. അവിടെ ചെന്നപ്പോൾ അയാൾ എന്നോട് പറയാണ്, ബാപ്പാന്റെ വയല് കൊല്ലത്തിൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു നല്ല വയല് പറഞ്ഞു തരണം, കേട്ടാ മനസ്സ് നന്നാകുന്നൊരു വയല് പറഞ്ഞു തരണം. ഞാൻ അയാളോട്
പറഞ്ഞു, എന്റെ ശബ്ദം കൊണ്ട് ബാപ്പാന്റെ സൗണ്ടാണ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ബാപ്പ പറയുന്നത് പോലെ ഇഖ്ലാസോടെ വഅദ് പറയാൻ എനിക്ക് തൗഫീഖ് ഉണ്ടാകാൻ നിങ്ങൾ ദ്വാരക്കണം. അത് റബ്ബ് തരേണ്ട വലിയൊരു നിഅമത്താണല്ലോ. അല്ലാഹനെ ഭയപ്പെട്ട് റബ്ബിനെ ഹൃദയത്തിൽ പേടിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വഅദ് പറയുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കിട്ടേണ്ട വലിയൊരു സൗഭാഗ്യമാണ്. പാട്ട് പാടേണ്ടത് പോലെ പാടിപ്പോകാൻ എളുപ്പമാണ്. പറയുന്നത് ഹൃദയത്തിൽ തട്ടുക എന്ന് പറയുന്നത്, മനസ്സിന്റെ ഉള്ളിൽ തട്ടുക എന്ന് പറയുന്നത് അത് വലിയ തൗഫീഖാണല്ലോ. അമ്പിയാക്കൾക്ക് കൊടുത്ത ദറജയാണല്ലോ, മുർസലീങ്ങൾക്ക് കൊടുത്ത ദറജയാണല്ലോ, ഔലിയാക്കൾക്ക് കൊടുത്ത ദറജയാണല്ലോ. അവര് മഹാന്മാരായ സ്വാലിഹീങ്ങളെ നാവ് കൊണ്ട് പറയുമ്പോ കേൾക്കുന്നവരെ മനസ്സിന് മാറ്റമുണ്ടായി പോയി. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വഅദ് കേൾക്കുന്ന വിശ്വാസികളെ എനിക്ക് നല്ല വഅദ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, നൂസി ബിസബഅതി അശിയാ, 7 കാര്യങ്ങൾ കൊണ്ട് മോനെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയാണ്. അവ്വലുഹാദിൽ ഒന്നാമത്തത് എന്താണ് എന്നറിയോ? മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാന്മാരായ ലൈഫുകൾ കൊടുത്ത ഉപദേശമാണ്. മോനെ മൻ കസുറ കലാമു, ആരെങ്കിലും സംസാരം അധികരിച്ചാൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന സ്വഭാവക്കാരനാണോ? വെറുതെ ഓഫാകാത്ത റേഡിയോ പോലെ ഇങ്ങനെ സംസാരിക്കുന്നവനാണോ? എല്ലാറ്റിനും ന്യായം പറയുന്ന സ്വഭാവക്കാരനാണോ? അന്യായങ്ങൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവക്കാരനാണോ? മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം തങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം, മോനെ അവൻ ഹൃദയ സാന്നിധ്യമുള്ളവനാകൂല. കുറേ സംസാരിക്കുന്ന ശൈലി, അങ്ങനെ ശൈലിയുണ്ടോ? അവൻ ഹൃദയ സാന്നിധ്യത്തോടെ സംസാരിക്കുന്നവനാകൂല. ഹൃദയത്തിൽ തട്ടിയിട്ട് സംസാരിക്കുന്നവനാണെങ്കിൽ അവൻ വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കുകയുള്ളൂ. ആവശ്യത്തിനുള്ളതേ അവൻ പറയുകയുള്ളൂ. അനാവശ്യമായ ഒരു വാക്കവൻ പറയൂല. രണ്ടാമത്തത് എന്താണെന്നറിയോ? മൻ കസുറ അക്ലുഹു, ആരെങ്കിലും ഭക്ഷണം അധികരിപ്പിക്കുന്നവനായാൽ, വല്ലാതെ തിന്നുന്ന സ്വഭാവക്കാരനായാൽ, തീറ്റിക്കാരനായാൽ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ അവന്റെ ജീവിതത്തിൽ ഹിക്മത്ത് ഉണ്ടാകൂല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, എത്ര തിന്നാലും മതിയാവൂല അല്ലേ? ചില സ്വഭാവത്തിന്റെ ഒരു ദൂഷ്യമാണ് തിന്നാ മതിയാകാത്ത സ്വഭാവം. എത്ര തിന്നാലും മതിയാകൂല. തിന്നതിന്റെ മേലെ തന്നെ ഇങ്ങനെ കഴിക്കും. വയറ് നിറച്ചിട്ട് പിന്നെ പറയും വയറ് ഫുള്ളായിട്ട് വല്ലാതെ അടങ്ങാറാകുന്നു. കഴിക്കുന്ന സമയത്ത് ഇത് ബോധം ഉണ്ടാകൂല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവനായാൽ അവൻ ഹിക്മത്തില്ലാത്തവനായി പോകും മോനെ. അതുകൊണ്ട് നീ ഭക്ഷണത്തെ അധികരിപ്പിക്കുന്നവനായിക്കൂടാ. മൂന്നാമത്തത് മഹാനവറുകൾ പറയാണ്, മൻ കസുറ ഇഖ്തിലാതു ബിന്നാസ്, ജനങ്ങളുമായി ഇടകലരുന്നവനാണോ? ആവശ്യമില്ലാതെ ജനങ്ങളുമായി ഇടകലരുന്നവനാണോ? മഹാനവറുകളോട് കൊടുക്കുന്ന ഉപദേശമാണ്, ഫലാ തുതഇം ഫീ ഹലാവത്തുൽ ഇബാദാ, നിസ്കാരത്തിന്റെയും ഇബാദത്തിന്റെയും രുചിയുണ്ടല്ലോ, അത് അനുഭവിക്കാൻ സാധിക്കുന്നവനാകൂല. ഇത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചത് അല്ലേ? ഇത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചത്. മുമ്പ് കാലങ്ങളിൽ നമ്മളെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകളെയും നാട്ടിലുള്ള നമുക്കറിയുന്ന ആളുകളൊക്കെ അറിയാം. ഇന്നുവരെ കാണാത്ത ഒരുപാട് ആളുകൾ അറിയാം അല്ലേ? നമ്മളെ മുൻഗാമികളായ ആളുകളോട് ചോദിച്ചു നോക്ക്. പഴയ കാലത്തൊന്നും കുറെ ആളുകൾ അവർക്ക് അറിയില്ല. നാട്ടിലുള്ള ആളുകൾ അറിയാം, പിന്നെ ഫേമസ് ആയിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ അറിയാം, അവിടെ ഇവിടെ ഒക്കെ വില പറയുന്ന ആളുകൾ അറിയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറിയപ്പെട്ട പത്രത്തിലൊക്കെ വരുന്ന കുറച്ച് ആളുകൾ അറിയാം. ഇന്നങ്ങനെയാ അല്ല, എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ കിട്ടുന്ന കാലം. അതിന് കുറെ പണിയുണ്ട്. റിക്വസ്റ്റ് കൊടുക്കാൻ ഗവൺമെന്റിൽ എന്തെങ്കിലും പേപ്പറായിട്ട് ഒന്നും വേണ്ട, ഒരു ബട്ടൺ അമർത്തിയാൽ റിക്വസ്റ്റ് കൊടുക്കലായി. പിന്നെ ഫോളോ എന്ന് അടിച്ചാൽ പിന്നെ അയാളെ ജീവിതം മുഴുവനും ഫോളോ ചെയ്യാതെ മതിയായി. പിന്നെ ലൈക്ക് അടിച്ചു കൊടുത്താൽ പിന്നെ ഓന്റെ എല്ലാ ചിത്രവും ഇതിൻ്റെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ജനങ്ങളുമായി കൂടുതൽ ഇടകലരാനുള്ള വകുപ്പുള്ള കാലം. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് അവർ കൊടുത്ത ഉപദേശമാണ്, മോനെ അത്തരം വല്ലാതെ ജനങ്ങളുമായി ഇടകലരുന്ന സ്വഭാവക്കാരനാണോ? അവന്റെ ഇബാദത്തിൽ അവനിക്ക് രുചി ഉണ്ടാകൂല. ഇബാദത്തിൽ രുചി അനുഭവിക്കാൻ അവന് സാധിക്കൂല.
മൂന്നാമത് നാലാമത്തേതായി മഹാനവറുകളോട് കൊടുക്കുന്ന ഉപദേശം ദുനിയാ, മോനെ ആരെങ്കിലും ദുന്യാവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനായാൽ, ദുന്യാവിനെ താല്പര്യപ്പെട്ട ആഖിറം മറന്നു പോകുന്നവനായാൽ, നിനക്കറിയോ ഫലാ തുത്മിഉ ഫീഹി ഹുസ്നുൽ ഖാതിമ, അവന്റെ അവസാനം വിജയിച്ചു കിട്ടൂല. ദുന്യാവ് കിട്ടുമ്പോൾ ആഖിറം മറന്നു പോകുന്ന സ്വഭാവക്കാരനാണോ? ദുന്യാവ് ഉണ്ടാകുന്ന സമയത്ത് പരലോകം മറക്കുന്നവനാണോ? മടക്കയാത്രയെ കുറിച്ച് ഓർമ്മയില്ലാത്തവനാണോ? അവന്റെ ആഖിബത്ത് മോശമാകാൻ അത് കാരണമായി പോയി. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഹുസ്നുൽ ഖാതിമത്ത് നഷ്ടപ്പെടുന്നതിന് വലിയ കാരണമാണ് ദുന്യാവിനോടുള്ള സ്നേഹം. വലിയ ദുന്യാവിനോടുള്ള സ്നേഹം എങ്ങനെയാ തിരിച്ചറിയല്? ഒരാളെ കയ്യിൽ ദുന്യാവുണ്ട്, അതുകൊണ്ട് അയാൾ ദുന്യാവിനോട് സ്നേഹമുള്ളവരാണെന്ന് വിശ്വസിക്കരുത്. ആണോ? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ, നിങ്ങൾക്ക് ഏതോ സുലൈമാൻ ചാനെ കുറിച്ച് പറഞ്ഞ മാതിരി ഉണ്ടല്ലോ അല്ലേ? നമ്മൾ അപ്പുറത്തെ വീട്ടിലെ സുലൈമാൻ കാക്കാനെ കുറിച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. സുലൈമാൻ നബി ഇസ്ലാമിന്റെ പേര് പറയുമ്പോൾ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലാ നബിയിനാ വഅലൈഹിസ്സലാം ആരായിരുന്നു? ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറവ് പറ്റിയോ? ഇല്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അടിയുറച്ചു വിശ്വസിച്ചു, ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു, എനിക്ക് ഈ തരുന്ന നിയമത്തുകളൊന്നും എനിക്കിവിടെ അള്ളാഹുവിനെ മറക്കാനുള്ള വഴികളല്ല. ഈ തരുന്ന നിയമത്തുകളൊന്നും അള്ളാഹനെ മറക്കാൻ ഉണ്ടാക്കി തരുന്ന വഴികളല്ല, മറിച്ച് എന്റെ റബ്ബിനെ പരീക്ഷിക്കുകയാണ്. എന്താണ് പരീക്ഷ? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഞാൻ എന്റെ റബ്ബിനോട് നന്ദി ചെയ്യുന്ന അടിമയാണോ അല്ല നന്ദി കേട് ചെയ്യുന്ന അടിമയാണോ? ഈ പരീക്ഷയാണല്ലോ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാഹനം എത്ര പവറുള്ള വാഹനമാണ്? ഇന്നത്തെ പോലെയാണോ? അല്ല. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അമേരിക്കക്കാരൻ പറന്ന ഫ്ലൈറ്റ് മറ്റൊരാളുമായി കൂട്ടിമുട്ടിയിട്ട് എല്ലാവരും മരിച്ചുപോയി. കഴിഞ്ഞ മാസം നിങ്ങൾ വായിച്ചില്ലേ? ഇവിടെയുള്ള വിമാനം തകർന്നു പോയി, പലയിടങ്ങളിലും വിമാനം തകർന്ന് പലരും മരണപ്പെട്ടു പോയി. അങ്ങനെയുള്ള വിമാനത്തിന്റെ സൗകര്യങ്ങൾ, ഫ്ലൈറ്റിന്റെ സൗകര്യങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് പറന്നുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ സാധിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ. നബിയുല്ലാഹി സുലൈമാൻ അല നബീനാ വഅലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് എന്തെങ്കിലും കുറവെന്നോ? ഇല്ല. എന്തുകൊണ്ടാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനൊക്കെ ദുനിയാവുണ്ടായത്? ഭൂമി ലോകത്ത് എല്ലാ ലോകം ഒന്നടക്കം ഭരിക്കാൻ ഭരണം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരിയാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അത്ര സ്പീഡിൽ പോകാനുള്ള സൗകര്യം വേണം എന്ന് ആഗ്രഹിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അത് കിട്ടി. ഇതുപോലെ ചിലപ്പോൾ ദീനീ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അവരുടേതായ സാഹചര്യങ്ങളും സൗകര്യം ഉണ്ടാകലും ചിലപ്പോൾ ആവശ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അയാൾ മോശക്കാരനാണെന്ന് വിചാരിക്കരുത്. അയാളും അത് അങ്ങനെ അള്ളാഹിന്റെ ദുനിയാവിൽ ജീവിക്കുമ്പോ ദുനിയാവിനെ സ്നേഹിച്ച് ജീവിച്ച ആളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അള്ളാഹുവാണ് കൊടുക്കുന്നവൻ. അവൻ കൊടുത്തിട്ടും പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. ചിലർക്ക് വാരിക്കോരി കൊടുക്കും, കൊടുത്തിട്ടോ നല്ല സദഖ ചെയ്യും, വല്ലാതെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കും. ചിലപ്പോൾ ഒരൊറ്റ പിൻവലിക്കും. അതെന്തേ? ജീവിക്കുന്ന കാലത്ത് സദഖ ചെയ്തിട്ടില്ലേ? സദഖകൾ മുസീബത്തിനെ തടയുന്നല്ലേ മുസ്ലിയാരെ? കൊടുത്തിട്ടും പരീക്ഷയാണ്, കൊടുക്കാതെയും പരീക്ഷയാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ പിന്നെ ചോദ്യത്തിന് ഉത്തരമില്ല. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ വഅലൈഹിസ്സലാം ഈ കഴിഞ്ഞ ദിവസം ഒരു പുത്തൻവാദിയുടെ പ്രസംഗം കേട്ടു. അയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 1-2 പ്രസംഗം അയാളെ കേട്ടപ്പോൾ അയാൾ പലരെയും നിഷേധിക്കുകയാണ്. ഖുർആൻ മുറുക്കി പിടിക്കണം, എന്നിട്ടോ സഹീഹുൽ ബുഖാരി തള്ളിക്കളയണം. ഖുർആൻ മുറുക്കി പിടിക്കണം. ബുഖാരി ഇമാമിനെ തള്ളിപ്പറയാണ്, ഇമാം തുർമിദി റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറയാണ്, സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരെയും തള്ളിപ്പറയാണ്. അപ്പോഴേ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇയാൾ പോയി അവസാനം ഖുർആനും തള്ളൂന്നറിയാം. ഇന്നലെ അയാളെ പ്രസംഗം കേട്ടു. അയാൾ പറയാണ്, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ വഅലൈഹിസ്സലാം ആ പ്രവാചകനോട് ഒരിക്കലും അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറുക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല, അറുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇവര് പറയുന്നത് സ്വപ്നം കണ്ടു എന്നാണ്. സ്വപ്നത്തിൽ അറുക്കണമെന്ന് കൽപ്പിച്ചാൽ എവിടെയാണ് സ്വപ്നം തെളിവാകല്? ഖുർആൻ തന്നെ പറയുന്നു, മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം കണ്ടത്? നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ. എന്താ നിന്റെ അഭിപ്രായം എന്ന് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ വഅലൈഹിസ്സലാം ചോദിക്കുകയാണ്.
ആ സമയത്ത് പ്രിയപ്പെട്ട മകന്റെ മറുപടി ഖുർആൻ എടുത്ത് പറയാണ്, ഓ പ്രിയപ്പെട്ട ബാപ്പാ, നിങ്ങളോട് അറുക്കാനാണല്ലോ കൽപ്പന. ഫഫ്അൽ മാ തുമർ, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്യണം. മകന്റെ കാര്യത്തിൽ ബാപ്പ ടെൻഷൻ അടിക്കണ്ട, എന്റെ കാര്യത്തിൽ ബാപ്പ ബേജാറാകണ്ട. എന്റെ കഴുത്തിൽ കത്തി വെച്ച് അറക്കുന്ന സമയത്ത് എന്റെ മോൻ എങ്ങനെ അത് സഹിക്കൂന്ന് നിങ്ങൾ ബേജാറാകണ്ട. എന്തൊരു നല്ല മോനാ, റബ്ബിന്റെ മുന്നിൽ കീഴ്പ്പെടുന്നതിന് മടിയില്ലാത്ത മകൾ. അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, എത്ര കാലം ദുആ ചെയ്തിട്ടാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അങ്ങനെ ഒരു മകനെ കിട്ടിയത്, എന്നിട്ട് ആ മകനെ അറുക്കാനാണോ അല്ലാഹ് കൽപ്പിക്കേണ്ടത്? മോനെ, റബ്ബിന്റെ പരീക്ഷയാ. ചിലർക്ക് ദുനിയാവിൽ വിജയം കൊടുക്കാൻ ചില പരീക്ഷണങ്ങളാണ്, ചിലർക്ക് ആഖിറത്തിൽ വിജയം കൊടുക്കാൻ ചില പരീക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് തോന്നാറില്ലേ, ചിലപ്പോ സിറിയയിൽ ചെറിയ പിഞ്ചു പൈതലുകൾ കൊല്ലപ്പെടുകയാണ്, ഗസയിൽ ചെറിയ പിഞ്ചു പൈതലുകൾ കൊല ചെയ്യപ്പെടുകയാണ്, ചെറിയ മക്കളൊക്കെ അങ്ങനെ കൊന്നുകളയുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ? നമുക്കിങ്ങനെ തോന്നാറുണ്ടോ? പടച്ച റബ്ബെന്തേ ഈ കുട്ടികളോടൊന്നും കാരുണ്യം കാണിക്കാത്തത്? നമുക്കത് തോന്നൂല, കാരണം ഈമാനുള്ളത് കൊണ്ടാണ്. ഈമാനില്ലാത്ത ചില ആളുകൾ സംശയം ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോ ഇങ്ങനെ ഇട്ടു തരുന്ന ചില സംശയങ്ങളാണ്. ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടി എന്തിനാ കൊന്നുകളയുന്നത്? പടച്ച റബ്ബിനെന്താ സംരക്ഷണം കൊടുത്തുകൂടെ? ആ കുട്ടിക്ക് എങ്ങനെയാ സംരക്ഷണം കൊടുക്കേണ്ടത് എന്ന് നമ്മളെക്കാൾ അറിയുന്ന റബ്ബല്ലേ റബ്ബ്, അവനല്ലേ സിട്ടാവായ അല്ലാഹ്. അവനേക്കാൾ അറിവുള്ളൊരു ചിന്താഗതിക്കാരനായി നീ മാറണോ മുസ്ലിമേ? അവനേക്കാളും വലിയ അറിവുള്ളവനാകണോ നീ? ആ കുട്ടിയുടെ ജീവിതം കൊണ്ട് അവന് ഖൈറാണോ? അവന്റെ ബാപ്പക്ക് ഖൈറാണോ? നിനക്ക് ഖൈറാണോ? പറയാൻ നിനക്കറിയോ? അല്ലേ, ചില കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചുപോയ ബാപ്പാർക്ക് അത് ഖൈറാണ്. എപ്പോ ആ കുട്ടി ഭാവിയിൽ ലോകം കണ്ട ഏറ്റവും വലിയ അധികാരിയായിട്ട് വളരുകയാണെങ്കിൽ, അല്ലേ, അതിനും വലിയ നഷ്ടം വേറെ ഉണ്ടോ? ആ ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുള്ള ടെൻഷനേ ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് ബാപ്പാനെയും ഉമ്മാനെയും ധിക്കരിക്കുന്ന മോനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയായിരിക്കും, അല്ലേ? പറഞ്ഞറിയിക്കാൻ കഴിയുന്നതാണോ? നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, ഞാൻ ഓളെ മരിച്ചു എന്നല്ല കണക്കാക്കിയത്, ചത്തു എന്നാണ് കണക്കാക്കിയത്. ഓളെന്റെ വീട്ടിൽ കയറാൻ പറ്റൂല എന്ന് പറയുന്ന ബാപ്പാരെ കണ്ടില്ലേ നിങ്ങള്? ബാപ്പാനെ ധിക്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എത്രയോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിയ ബാപ്പന്റെ ഹൃദയത്തിൽ വേദനിച്ചിട്ട് ആ ബാപ്പ പറയാണ്, മരിച്ചു നീ അവളെ പറ്റി പറയൂല, ചത്തുന്നേ പറയുള്ളൂ. ഓൾ എന്റെ വീട്ടിൽ കയറാൻ പറ്റൂല, ഓളും തൗബ ചെയ്താലും സാരമില്ല, എന്ത് ചെയ്താലും സാരമില്ല, എന്റെ വീട്ടിൽ വരാൻ പറ്റൂല എന്ന് പറയുന്ന കേട്ടില്ലേ നിങ്ങൾ ചില ആളുകളെ പറ്റി? എന്തുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്ന ധിക്കാര മനോഭാവം? ആ മനോഭാവൻ സഹിക്കാൻ കഴിയാത്ത ബാപ്പ പറഞ്ഞു പോവാണ്, എത്ര അധ്വാനിച്ചിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്, എന്തെല്ലാം ത്യാഗങ്ങളാണ് ഞാൻ അവൾക്ക് വേണ്ടി ഏറ്റെടുത്തത്, എന്തെല്ലാം ത്യാഗങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തെ അവൾക്ക് വേണ്ടി ചെയ്തത്. അവൾ മുഖത്ത് നോക്കിയിട്ട് ഏതോ ഒരു കാമം തീർക്കാൻ വന്ന പുരുഷന്റെ മുന്നില് എനിക്ക് അവൻ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ അവളെ എനിക്ക് വേണ്ടാന്ന് പറയുന്ന ബാപ്പനെ കണ്ടില്ലേ നിങ്ങള്? ആ ബാപ്പാക്ക് ആ കുട്ടി ചെറുപ്പകാലത്ത് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു, എത്ര തവണ ആലോചിച്ചിട്ടുണ്ടാകും, എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്, എന്തെല്ലാം കഥകളാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്, എന്തെല്ലാം റിപ്പോർട്ടുകളാണ് നമ്മളിങ്ങനെ ന്യൂസുകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് ഞങ്ങളെയും ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെയും അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. വഅദ് കേൾക്കുന്ന വിശ്വാസികളെ, അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ താല്പര്യമാണ് ആ കുട്ടി അങ്ങനെയുള്ള പ്രയാസം ഉണ്ടാക്കുന്നതിന് മുമ്പ് മരിച്ചു പോകല. കാരണം നമ്മളെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം ചെറുതാകൂല. അത് സ്വന്തത്തിൽ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ കാമുകൻ കാമുകിയുടെ പിന്നാലെ പോയിട്ട്, അല്ലെങ്കിൽ കാമുകി കാമുകന്റെ പിന്നാലെ പോയിട്ട് എത്രയോ കാലം കിട്ടേണ്ടതൊക്കെ അനുഭവിച്ച് ജീവിച്ചിട്ട് അവസാനം പിഴിഞ്ഞ് വലിച്ചെറിയുന്നിറങ്ങിയില്ലേ? ആ സമയത്ത് പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയില്ലേ? അല്ലെങ്കിൽ ആ പുതിയ ആപ്പിളയുടെ കാമുകന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയില്ലേ? അതിനേക്കാളൊക്കെ എത്രയോ വലുതാണോ ഒരു ബാപ്പാന്റെ മനസ്സിലുണ്ടാകുന്ന വേദന, ഒരു ഉമ്മാന്റെ മനസ്സിലുണ്ടാകുന്ന വേദന. അതൊരു മുസ്ലിയാർക്ക് വയൽ പറഞ്ഞു തരാൻ കഴിയില്ലേ? ഏതെങ്കിലും പ്രഭാഷകന് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്നതല്ലേ? അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് സ്വന്തം പ്രിയപ്പെട്ട മക്കൾ നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് ബാപ്പക്കാണത് സഹിക്കാൻ കഴിയുന്നത്? ഏത് ഉമ്മക്കാണത് സഹിക്കാൻ കഴിയുന്നത്? അത്തരം പരീക്ഷണങ്ങളൊന്നും തന്ന് നീ ഞങ്ങൾക്ക് വേദന ദുനിയാവിലും ആഖിറത്തിലും തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. ഇരിക്കട്ടെ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ വഅലൈഹിസ്സലാം. റബ്ബിന്റെ ഓർഡറാണല്ലോ, പരീക്ഷണമാണല്ലോ. എത്രത്തോളം റബ്ബിന്റെ മുന്നിൽ ത്യജിക്കാനുള്ള മനസ്സ് ഈ പ്രവാചകനുണ്ട് എന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കണ്ടപ്പോൾ പോയി പറഞ്ഞതാണ്,
അന്നീ അദ്ബഉക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിനക്കെന്താണ് അതിൽ അഭിപ്രായം പറയാനുള്ളത്? ആ സമയത്ത് പൊന്നുമോൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അല്ലാഹനെ ഭയപ്പെടുന്ന മോനാണല്ലോ നബിയുല്ലാഹി ഇസ്മാഈൽ അലാ നബിയിനാ അലൈഹിസ്സലാം. ഉടനെ തന്നെ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ് അറിയോ? ഇഫ്അൽ മാ തുമറിയോ, പ്രിയപ്പെട്ട വാപ്പാ, എങ്ങനെയാണോ കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോ. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എന്നെ അറുത്താൽ എന്റെ കഴുത്ത് മുറിയൂല എന്നാണോ? അല്ല. ഞാൻ മരിക്കൂല എന്നാണോ? അല്ല. ഞാൻ കുടഞ്ഞെഴുന്നേറ്റ് പോകുന്നാണോ? അല്ല. ഞാൻ നിങ്ങളെ തോൽപ്പിക്കൂന്നാണോ? അല്ല. സത്തജിദുനി. അപ്പോൾ അതിന്റെ വില അറിയാൻ കഴിയൂല. റിസൈൻ ചെയ്യുമ്പോ പുതിയ ജോലി കാണാതെ റിസൈൻ ചെയ്യുന്നവനാകരുത്, പുതിയത് കിട്ടിയിട്ടല്ലാതെ പഴയത് ഒഴിവാക്കുന്നവനാകരുത്. വിവരക്കേടാണ് കേട്ടോ. ചിലപ്പോ ചില ആളുകൾ ഓഫർ ചെയ്യും, ഓഫർ ചെയ്യുന്നത് കേട്ടിട്ട് അഥവാ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നലെ പോയാ ഓഫർ ചെയ്തവന് പിന്നെ അങ്ങോട്ട് ശമ്പളം കൊടുക്കേണ്ട ഗതികേടാകും. അതുകൊണ്ട് വയല് കേൾക്കുന്ന മുസ്ലിമേ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉള്ള ജോലി കൂടി നഷ്ടപ്പെടുത്തുന്നവനാകരുത്. അമാനത്തില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളൊരു കടയിൽ നല്ല ജോലിക്കാരനായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ എൻ്റെ കൂടെ പോയി ഇവിടുന്ന് എത്രയാണ് കിട്ടുന്നത്? ഇവിടുന്ന് 50,000 മില്ലേറെ, അല്ലെങ്കിൽ 50,000 മുതലാളി. അപ്പൊ ഇയാൾ പറയാണ്, എന്നാ എൻ്റെ കൂടെ പോയി ഞാൻ 60,000 തരാം. അപ്പൊ മുതലാളിൻ്റെ അടുക്ക പോയിട്ട് എനിക്ക് 60,000 തരാൻ ആളുണ്ട്, ഞാനിങ്ങ് പോവാണ് എന്ന് പറഞ്ഞ് മുതലാളിയോട് ധിക്കാരം കാണിക്കുന്നവനാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ തന്നവനോടുള്ള നന്ദി വേണം. അയാളോട് നിനക്ക് നല്ല നിനക്ക് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ പോയാൽ ഇനിയും തിരിച്ചു വരേണ്ടി വന്നാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, എനിക്ക് അതാ ചെറിയൊരു പരിപാടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കിട്ടുമോന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതീക്ഷകളും ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വളരെ വലുതാണ്. അത് ചിലപ്പോൾ എൻ്റെ മുതലാളിക്ക് സാധിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പോയാൽ എനിക്ക് നിങ്ങൾ പിന്നെയും തിരിച്ചു വന്ന ആ ജോലി തരൂ എന്നുള്ളൊരു ധൈര്യമുള്ളൂ. നിങ്ങൾ എൻ്റെ ഒരു മോനെ പോലെയാ കണ്ടത്, അത് നിങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കൂന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളൊരു ബാപ്പാനെ പോലെയാ മനസ്സിലാക്കിയത്. ഞാൻ എവിടെ പോയാലും തിരിച്ചു വന്നാൽ നിങ്ങൾ എന്നെ പരിഗണിക്കുമെന്ന ചിന്താഗതി എനിക്കുണ്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ആവശ്യം വന്ന് വീണ്ടും തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇത് നഷ്ടപ്പെടുത്തി കളയുന്ന വിവരം കെട്ടവനാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മുതലാളി ശമ്പളം കൊടുത്തു കളഞ്ഞു, അയാൾ തീരെ പരിഗണിക്കാത്തവനായി. അയാൾക്ക് അയാളെ ബിസിനസ്സിനനുസരിച്ചല്ലാതെ സാലറി തരാൻ പറ്റൂല. നിന്റെ വിഷമത്തിനനുസരിച്ച് സാലറി കൂട്ടിത്തരാൻ കഴിയൂല. കഴിയോ? ഒരാൾക്ക് സാലറി നിശ്ചയിക്കുമ്പോ സാലറി വാങ്ങുന്നവന്റെ വിഷം നോക്കിയിട്ടാ സാലറി കൊടുക്കുക. അങ്ങനെ സാലറി കൊടുത്താൽ അവിടെ സാലറി മതിയാവോ? എപ്പോഴെങ്കിലും ഉണ്ട് ഒരുത്തന്റെ വിഷമം തീരല്. 60,000 ആകും. 60,000 സാലറി ഉണ്ടാ 70,000 ആകും. എപ്പം 10,000 15 മൈനസിലേ പോകുള്ളൂ. അങ്ങനെയാണ് മനുഷ്യൻ. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് പഠിക്കുന്നവനാ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് എത്ര പൈസ എന്നാലും നിന്നെ സംതൃപ്തിയോടെ ആക്കാൻ കഴിയൂല. പക്ഷേ കിട്ടുന്നതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു കാലത്തും എനിക്ക് പുരോഗതി ഉണ്ടാകണമെന്ന് ചിന്തിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പുരോഗതികളെ കുറിച്ചുള്ള ചിന്ത വേണം. എനിക്ക് കഴിവുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ആലോചിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ചെറുപ്പക്കാരൊക്കെ എണീറ്റ് നിന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ മജ്‌ലിസിലേക്ക് വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. നല്ല പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഹിക്മത്തുള്ളവരാക്കി തരണേ അല്ലാഹ്. നല്ല ഹിക്മത്തുള്ളവരാകണമെന്നാണ് ഖുർആൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അതിനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം, ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കണ്ടില്ലേ നിങ്ങൾ? ലുഖ്മാനുൽ ഹകീം എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത്. സൂറത്തുൽ ലുഖ്മാൻ എന്ന പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുള്ളൂ. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് വലിയ തന്ത്രജ്ഞാനിയാണെന്നാണ്, വലിയ ഹകീമാണെന്നാണ്.
വഅദ് കേൾക്കുന്ന മുസ്ലിമേ, എല്ലായിടങ്ങളിലും നമുക്ക് തന്ത്രങ്ങൾ വേണം. തന്ത്രങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ തന്ത്രങ്ങളൊന്നും കളവാകരുത്, വഞ്ചനയാകരുത്. എനിക്ക് അവിടെ നിന്ന് ഇത്ര സാലറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സാലറി കൂട്ടിത്തരണം എന്ന് മുതലാളിയെ ഭീഷണിപ്പെടുത്തുന്ന തൊഴിലാളിയാകരുത്. മുതലാളിമാരോ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരാകരുത്. മറിച്ചോ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പരിഗണിക്കാനുള്ള ചിന്താഗതിയുള്ളവരാകണം. ഇരിക്കട്ടെ, ഞാൻ ഇനി അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞത് മറന്നുപോയോ? മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട മകനോട്, മോനെ നീ അദ്ബഹക ഫൻദുർ മാദാ തറാ, ഞാൻ നിന്നെ അറുക്കാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്റെ അഭിപ്രായം ഒന്ന് പറയണം. നല്ല കാര്യമാണെങ്കിലും എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും എൻ്റെ വേദ കേൾക്കുന്ന ഉപ്പമാരെ, നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണെങ്കിൽ നമ്മളെ മക്കളോടൊന്ന് അഭിപ്രായം ചോദിച്ചേക്കണം. അതുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അഭിപ്രായം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തതായിരിക്കാം. പ്രായം ചെന്ന ഉപ്പാപ്പമാർ ഇരുന്നോളൂ, ബുദ്ധിമുട്ടേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അഭിപ്രായം ചോദിക്കാനുള്ള മനസ്സ് വേണം. ഖുർആൻ സൂറത്തു ശൂറ എന്ന ഖുർആനിലൊരു സൂറത്ത് തന്നെയുണ്ട്. എന്താണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേ പരസ്പരം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. ഭാര്യയോടൊന്ന് അഭിപ്രായം ചോദിച്ചേക്കണം. അപ്പോഴൊന്നും നഷ്ടപ്പെടാനൊന്നും വരുന്നില്ല. ചിലപ്പോ ചോദിച്ചാൽ അടുക്കളന്റെ വലുപ്പം മതിയാകൂല, എന്നാൽ അവളെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ സാധിക്കുമെങ്കിൽ അതാണ് അവളോട് ചോദിച്ച് അവളെ അടുക്കള അവള് വിചാരിക്കുന്നത് ചെറിയ സൗകര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അവളെ കൂട്ടിപ്പിടിക്കാനുള്ള മനസ്സ് വേണം. ഭർത്താവ് ഭാര്യനോട് ചോദിക്കണം, ഭാര്യ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഭർത്താവിനോടും ചോദിക്കണം, ബാപ്പമാര് മക്കളോടും ചോദിക്കണം, മക്കള് ബാപ്പമാരോടും ചോദിക്കണം. അതൊക്കെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അതിന് വലിയ ബറക്കത്താണ് കേട്ടോ. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളോട് അല്ലാഹു തആല പറയണോ, ഹബീബായ നബിയെ, നിങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കണം. അവിടത്തെക്കാൾ വലിയൊരു നേതാവുണ്ടോ? ഇല്ല. അവിടത്തെക്കാൾ നല്ല അഭിപ്രായം പറയാൻ അറിയുന്നവരുണ്ടോ? ഇല്ല. അവിടത്തെക്കാൾ ബുദ്ധിയുള്ളവരുണ്ടോ? ഇല്ല. അവിടത്തെക്കാൾ വലിയ ഹിക്മത്തുള്ളവരുണ്ടോ? ഇല്ല. പക്ഷേ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിത്തിരിഞ്ഞു വരും. അതുകൊണ്ടാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചത്. അതേ കൊല്ലാൻ വേണ്ടി അള്ളാഹ് വിധിച്ചു എന്ന് പറയുന്ന സമയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സൽ സ്വഭാവം കൈയൊഴിച്ചില്ലല്ലോ. ബാപ്പ പോയിട്ട് മോനോട് പറയാണ്, മോനെ, എന്റെ റബ്ബിന് എന്താ എന്നോട് സ്വപ്നത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്താ കൽപ്പിച്ചത് എന്നറിയോ? അദ്ബഹുക, നിന്നെ അറുത്തുകളയാനാ. ഫൻദുർ മാദാ തറാ, എന്താ മോനെ നിന്റെ അഭിപ്രായം ഒന്ന് പറയൂ. മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലാ നബിയിനാ അലൈഹിസ്സലാം അപ്പോഴേക്ക് തിരിച്ചു മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും ചോദിക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചു വരണ്ട. എനിക്ക് അങ്ങോട്ടും ഞാൻ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അറുത്തുകളയാൻ ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നതാണ് എന്ന് പറയുന്ന മോനായോ? ഇല്ല. ബാപ്പമാരൊരിക്കലും ഒരു മകനോട് അങ്ങനെ ചെയ്യില്ല. ഒരു മകൻ ഒരിക്കലും ശരിയായ നിനക്ക് ബോധമുണ്ടെങ്കിൽ ബാപ്പാനോടത് ചെയ്യൂല. ബാപ്പാനെ ചതിക്കുന്ന മക്കളുണ്ടാവോ? ഇല്ല. മക്കളെ ചതിക്കുന്ന വാപ്പാരുണ്ടാവോ? ഉണ്ടാകൂല. പിന്നെ MDM, KDM, CDM അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ ശരീരത്തിൽ കയറിയിട്ട് അള്ളാനെയും മറന്നുപോയി, ദുന്യാവും മറന്നുപോയി, ജീവിതവും മറന്നുപോയി, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചർച്ചയില്ല. ഭ്രാന്തന്മാരെ കുറിച്ച് ചർച്ചയില്ല. ബോധമുള്ള ആളുകള് ഒരിക്കലും ബാപ്പാനെ ചതിക്കുന്നവനാകൂല, മക്കള് ബാപ്പമാരെ ചതിക്കൂല. അങ്ങനെ ഒരു കാലം വരും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പക്ക് മക്കളെ വിശ്വസിക്കാൻ പറ്റൂല, മക്കൾക്ക് ബാപ്പാനെ വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കാലം വന്നാലേ, ഈ നിനക്ക് അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വന്നാലേ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണ്ടു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇരിക്കട്ടെ, അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ മകനോട് അഭിപ്രായം ചോദിച്ചിട്ട് മകൻ പറഞ്ഞത് ദേഷ്യം പിടിച്ചുള്ള മറുപടിയാണോ? അല്ല. അപ്പൊ എന്തൊരു നല്ല വാക്കാ. ചിലപ്പോൾ ഉമ്മ വിളിച്ചിട്ട് നമ്മൾ ഭയങ്കര ജോലി തിരക്കിലായിരിക്കും, ചിലപ്പോൾ ഉമ്മ വിളിക്കും, ചിലപ്പോൾ ഭാര്യ വിളിക്കും, നിസ്സാര വിഷയം ചോദിക്കും. നമ്മളെ ജോലിയുടെ ഇടയിൽ അവൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ 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 നിസ്സാരമായിരിക്കും. അപ്പോഴേക്ക് നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരാണ്. നിന്റെ ഓലക്കയിലെ സംശയം അങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഓരോ ഓലക്കയിലെ പൂതി, ഓലക്കയിലെ ആഗ്രഹം അങ്ങനെയൊന്നും പറയരുത് എന്നാ ഞാൻ പറഞ്ഞത്.
നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പറയുമ്പോ എത്ര വലിയ കാര്യമാണ് മുഷാവറ ചെയ്തത്. മകന്റെ മറുപടി നോക്കി നിങ്ങൾ, സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ബാപ്പ എന്താണോ അള്ളാന്റെ ഓർഡർ അതുപോലെ ചെയ്യ്, എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, അത് അള്ളാഹു ഏറ്റെടുത്തോളും. എന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നല്ല ക്ഷമയുള്ളവരെ കൂട്ടത്തിലെത്തിക്കും. ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളൊക്കെ കുറെ കാലം നാട്ടിൽ നിന്ന് കുറെ കളിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാകും, അങ്ങാടി പോയി എന്ന് പറയിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും നമ്മളെ നാവ് കൊണ്ട് നീ ഒരു കാലത്തും നന്നാവൂലടാ എന്ന് പറയരുത്. ശപിക്കുന്ന ശൈലി ഉമ്മമാരെ നമുക്കുണ്ടാകരുത്. ഉമ്മമാരുടെ നാവ് കൊണ്ട് വരുന്ന ശാപം അത് പലപ്പോഴും ഇജാബത്തുള്ള ശാപങ്ങളാണ്. റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഉമ്മമാരുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങളെ മക്കള് കാലകാലം ശപിക്കപ്പെട്ടവനാകാൻ അവരൊറ്റ വാക്ക് മതിയായി പോകും. എത്ര ഗൗരവമുള്ള തെറ്റ് നമ്മളോട് ചെയ്താലും, തമാശക്ക് പോലും, അവനെ പേടിപ്പിക്കാൻ വേണ്ടി പോലും, ഉമ്മമാരെ നീ ഒരു കാലത്തും നന്നാകൂല എന്ന് പറയരുത്. പിന്നെ ഓനൊരു കാലത്തും നന്നാകാത്തതിന് നിന്റെ വാക്ക് കാരണമായി പോകും. മറിച്ച് പറയണം, ഇൻഷാ അല്ലാഹ് മോനെ നിന്നെ നന്നായിട്ട് ഞാൻ കാണുമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞ അള്ളാഹു നന്നാക്കാൻ അത് കാരണമാകുന്ന ഞാൻ പറഞ്ഞത്. വിദേശത്തേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് മക്കൾക്ക് പൊരുത്തം കൊടുക്കുന്ന ചില ബാപ്പാരുണ്ട്. കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനത്തെ ബാപ്പാരുണ്ടാകൂല എന്നാ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ അല്ലേ? വിദേശത്തൊക്കെ പോവാൻ നിൽക്കുമ്പോ ഇനിയെങ്കിലും ഒന്ന് നന്നാവായിരിക്കും സാധനം, എത്ര കാലായി ഇത് സഹിക്കുന്നു, ഇനിയെങ്ങനെ അവിടെയും പോയിട്ട് വട്ടം കറങ്ങി തീർത്തോ എന്ന് പറഞ്ഞ് പൊരുത്തം കൊടുക്കരുത്. ഏതായാലും നാട്ടിൽ നിന്ന് കുറെ കഥ കളിച്ച് സമയം കളഞ്ഞു, ഇനി ദുബായി പോയിട്ടും കളിച്ച് സമയം കളഞ്ഞു കളി എന്നും പറഞ്ഞിട്ടല്ല പൊരുത്തം കൊടുക്കേണ്ടത്. പോകാൻ നിൽക്കുന്ന മകനോട് അവന്റെ പഴയ കാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും ദോഷങ്ങളും ദോഷ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അസ്വഭാവം കൊണ്ട് നീ അവിടെയും പോയി നശിക്കുന്നവന്റെ വിടേണ്ടത്. ഇൻഷാ അല്ലാഹ് നീ വിദേശത്തെത്തിയാൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലൊരു മോനായിട്ട് ഞാൻ കാണും. ഇങ്ങനെ പൊരുത്തം കൊടുക്കുമ്പമാരെ ആ മക്കളെ നിങ്ങൾക്ക് സന്തോഷത്തിൽ കാണാൻ അല്ലാഹു വകുപ്പ് തരും. കാരണം നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അവന്റെ കൈ കൊണ്ടൊന്നും നന്നാകുന്നല്ല, ഞാൻ നിന്നെ ദുബായിൽ എത്തിച്ചിട്ട് നന്നാക്കി കളിയൊന്നല്ല, എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ റെഡിയാക്കി എടുക്കൂടാന്നല്ല പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിന്നെ ഞാൻ നന്നായിട്ട് കാണുന്ന പറഞ്ഞത്. അള്ളാഹു കാണിച്ചു തരും. അതിനെന്ത് വേണമെന്നാ ഞാൻ പറഞ്ഞത്. ശപിക്കുന്ന ശൈലി ഉണ്ടാകരുത്, ശാപപ്രാർത്ഥന പൊരുത്തം കൊടുക്കുന്നവരാകരുത്, ആ ശൈലിയിൽ സംസാരിക്കുന്നവരാകരുത്. വലിയ ദുആക്ക് ഇജാബത്തുള്ളവരാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ സൂക്ഷിച്ച് ജീവിക്കണേ. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ബാപ്പ മക്കളോട് ചെയ്യുന്ന അക്രമങ്ങള്, മക്കള് ബാപ്പനോട് ചെയ്യുന്ന അക്രമങ്ങള് ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ആരോടും അക്രമം ചെയ്യുന്നവരാകരുത്. അതൊരു വാക്കുകൊണ്ട് പോലും, തമാശക്ക് പോലും അക്രമം ചെയ്യുന്നവരാകരുത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത്, ഇപ്പൊ കുറെ വയസ്സായൊന്നും ചോദിക്കരുത്, കുട്ടികളെ പോലെ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എന്നേ അതിനർത്ഥമുള്ളൂ. മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എൻ്റെ കളിക്കൂട്ടുകാരൻ്റെ വീട്ടിൽ അവനെ തേടിയിട്ട് ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മോനെ ശാപം പിടിച്ച മോനാ, മോനൊരിക്കലും എനിക്ക് കിട്ടൂല, നിനക്കും കിട്ടൂല, ഒരിക്കലും പിടിച്ചെടുത്തിൽ നിൽക്കൂല, ഇപ്പോഴും പിടിച്ചാൽ നിൽക്കാത്ത സ്ഥലത്താ. അങ്ങനെ ആയി പോകരുത്. ബാപ്പമാർ പൊരുത്തം കൊടുക്കുമ്പോൾ, ഉമ്മമാര് പൊരുത്തം കൊടുക്കുമ്പോൾ അങ്ങനെ പൊരുത്തം കൊടുക്കരുത്. ചിലപ്പോൾ അവരുടെ ചില കുസൃതികൾ, വികൃതികൾ അവർക്ക് ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തട്ടുന്നുണ്ടാകാം, മനസ്സിൽ വേദനിപ്പിക്കുന്നുണ്ടാകാം. ആ സമയത്ത് പോലും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കള് ചീത്തയായി പോകുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നുള്ള വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നാ പറയേണ്ടത്. ഒരിക്കലും മക്കളെ ശപിക്കുന്ന ബാപ്പമാരാകരുത്, അതുപോലെ ബാപ്പമാര് ശപിക്കുന്ന മക്കളും ആകരുത്. വലിയ മക്കള് ബാപ്പാനെ ശപിച്ചാൽ എന്ത് വരാനാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, മകൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ, ആ മകൻ എന്തായാലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ ദുആ ചെയ്താൽ ബാപ്പക്കും ബാധിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. അതെ, അവനൊരു വിവാഹത്തെ തീരുമാനിച്ചു, അവൻ ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തെ തീരുമാനിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇയാളുടെ ഒരൊറ്റ വാശി, എന്തിന്റെ പേരിൽ? ബാപ്പ കാണിച്ചു കൊടുത്തതാണ്, ഉമ്മ കാണിച്ചു കൊടുത്തതാണ്, ഞാൻ ഉള്ളതാണ് പറയുന്നത്. ബാപ്പയും ഉമ്മയും പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്. കണ്ടുപോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പെങ്ങന്മാര് പോയി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മോനിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്താൽ മതിയാവൂല. അങ്ങനെയുള്ള വാശിക്കാരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ പെങ്ങന്മാര് പോകണം. വെറുതെ എന്തിനാണ് ഈ പുരുഷനെ, അന്യ പുരുഷനെ കൊണ്ടുപോയി ഒരു പെണ്ണിനെ കാണിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ അവൾ കയറിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? എന്നിട്ട് വാശി പിടിച്ചിട്ട് അവസാനം വിവാഹം കഴിപ്പിച്ചു, അവസാനം തലാഖായി പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉപ്പമാരെ ഇത്തരം വിവരക്കേട് ചെയ്യുന്നവരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്.
പെങ്ങക്കല്ല വിവാഹം കഴിക്കുമ്പോൾ അവളെ ഇഷ്ടപ്പെടേണ്ടത് പുതിയാപ്പിളക്കാണ്. ബാപ്പയും ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ നീ കാണാൻ പോയിട്ട് വരൂന്ന് പറഞ്ഞേച്ച് പെണ്ണ് കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്നു, മിഠായി കൊടുത്തയച്ചു, എല്ലാ നിലക്കും സെറ്റായി. 2 ദിവസം കഴിഞ്ഞിട്ട് പെങ്ങന്മാര് വീട്ടിൽ നിന്ന് 10-50 ആളുകൾ കാണാൻ വേണ്ടി പോവാണ്. പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾക്കാ ഇഷ്ടപ്പെടേണ്ടത്. ബാപ്പാന്റെ പൊരുത്തക്കേടാണോ ഉമ്മാന്റെ പൊരുത്തക്കേടാണോ? അത്തരം ഇടങ്ങളിലാ ഞാൻ പറഞ്ഞത്. ബാപ്പാക്കും മക്കൾക്കും പെങ്ങന്മാർക്കും തിരിച്ചു പൊരുത്തക്കേട് കിട്ടുമോ എന്ന് ആലോചിക്കണം. എന്തിനാവശ്യമില്ലാതെ ഈ പെൺകുട്ടിയെ കാണാൻ അവനെ അയച്ചത്? അവൻ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് മുടക്കം പറയുന്ന ഉമ്മമാരാകരുത്. കാരണം അവന്റെ ഹൃദയത്തിൽ അവളൊരു സാന്നിധ്യം കടന്നുപോയാൽ ചിലപ്പോൾ അവരുടെ ആ ബന്ധത്തെ ഉള്ള കാലത്തോളം, ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടു പോയ കാലത്തോളം മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളും കൂടി കണ്ടാൽ ഇഷ്ടപ്പെടുന്നതാകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കണ്ടോളൂ. എന്തിനാണ് ഇവനെ ഒരു അന്യപെണ്ണിന്റെ അടുക്കൽ കാണാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത്? എന്നിട്ട് അവൻ വേറെ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അവളെ അല്ലാതെ വേണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് അവനെ കുറ്റം പറയേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചിലപ്പോൾ പെങ്ങന്മാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ഉമ്മമാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ബാപ്പാക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പറയുന്നത് പോലെ കേൾക്കണ്ടെന്നൊന്നല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ അവനെ പറഞ്ഞയച്ച് കാണാൻ വേണ്ടി അയച്ച് മിഠായി കൊടുത്തയച്ച് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം എല്ലാ പൊരുത്തവും കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓനിക്ക് ഇഷ്ടപ്പെട്ടാലും അവനെക്കാളും ഇഷ്ടം നോക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുന്ന ചിന്തയില്ലാത്ത സ്വഭാവക്കാരാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. പറയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. അതാരാണെങ്കിലും ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്താണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ദീനിനോട് അക്രമം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ദീനിന്റെ നിയമങ്ങളെ പച്ചയായി പുച്ഛി ചീന്തുന്ന ചില ആളുകൾ. അല്ലാ, ദീനിനോട് അക്രമം ചെയ്യുന്ന ആളുകളെ കഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. മുസ്ലിമെ, ഈമാൻ ഊരിപ്പോകാൻ അത് കാരണമായി പോയി. ഇരിക്കട്ടെ, മഹാനായ നബിയുല്ലാഹി ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറഞ്ഞപ്പോൾ മകൻ കൊടുത്ത മറുപടി എന്തൊരു നല്ല മറുപടിയാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്നെ ക്ഷമയുള്ളവരെ കൂട്ടത്തിലെത്തിക്കും. ആ കുട്ടിയെ ലോകം അറിയപ്പെട്ട പ്രവാചകനായ ഖാതിമുൽ അംബിയാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകന്റെ ഉപ്പാപ്പയായി നബിയുല്ലാഹി ഇസ്മാഈൽ അലാ നബീനാ അലൈഹിസ്സലാം മാറി ബാപ്പന്റെ മുന്നിൽ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് കൊടുത്ത മകനായപ്പോ അല്ലാഹു കൊടുത്ത പവറാണ് മുസ്ലിമേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചങ്ങാതി പ്രസംഗിക്കുകയാണ് ഖുർആനിലുള്ള ഈ ചരിത്രമൊക്കെ പിന്നീട് കൂട്ടിയുണ്ടാക്കിയതാണ്. ഇതുവരെ പറഞ്ഞത് ഖുർആൻ മുറുക്കി പിടിക്കണം. ബുഖാരി ഇമാമിനെ തള്ളി, അതുപോലെ ഷാഫി ഇമാമിനെ തള്ളി, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തള്ളി, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളി, സ്വഹാബത്തിനെയും ഇമാമിങ്ങളൊക്കെ തള്ളി, ഇപ്പൊ ഖുർആനും തള്ളി. ഇനിയിപ്പോ ഇസ്ലാമിനെ തന്നെ തള്ളി ഇനിയിപ്പോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഖുർആൻ തള്ളി പറഞ്ഞിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത് എന്നറിയില്ല. എന്നിട്ട് ഇപ്പം പറയാണ്, ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് മുജദ്ദിദായിട്ട് വന്നതാ, ഇസ്ലാമിനെ ശരിയാക്കാൻ വന്നതാ. 1400 കൊല്ലം വരെ ശരിയാകാത്ത ഇസ്ലാം ഇവൻ ശരിയാക്കാണ്. അങ്ങനെ ഉണ്ടല്ലോ, മുമ്പൊരു ചങ്ങായി ഖുർആൻ ശരിയാക്കിയിരുന്നു. എങ്ങനെയാണെന്നറിയോ? ഖുർആന്റെ ചട്ടയും കേടതൊക്കെ കംപ്ലൈന്റ് വന്നപ്പോൾ നന്നാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ഇവനെന്ത് ചെയ്തു? അതിൽ കുറെ സ്ഥലത്ത് നോക്കുമ്പോൾ ഇബിലീസ് ഉണ്ടാക്കാൻ വെട്ടിക്കളഞ്ഞു. ഫിർഔനെ കണ്ടപ്പോൾ അത് വെട്ടിക്കളഞ്ഞു, അതുപോലെ ഹാമാനെ കണ്ടപ്പോൾ വെട്ടിക്കളഞ്ഞു, കാറൂനെ കണ്ടപ്പോൾ വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ഫിർഔനും കാറൂനും എന്നുള്ള ഖുർആൻ അള്ളാന്റെ ഖുർആൻ അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ ഒരു ഖുർആൻ? ഖുർആൻ ഹാറൂൻ എന്ന് പറയുമ്പോഴേക്ക് മുമ്പ് ബഹുമാനുള്ളവനാകുമെന്ന് വിചാരിക്കരുത്. അവിടെ എന്തിനാണ് അത് പ്രതിപാദിച്ചത്? ഖുർആനിലെ ആയത്തുകൾ വെട്ടിക്കളഞ്ഞിട്ട് അള്ളാന്റെ ആയത്തുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവനുണ്ടാക്കുന്ന ഖുർആനാണോ ഖുർആൻ എന്ന് പറയുന്നത്? ഇതുപോലെ ഇസ്ലാമിനെ നന്നാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വരും. അവര് പറയും അങ്ങനെ ഖുർആനിലുണ്ടെങ്കിൽ അതങ്ങ് തൽക്കാലം മാറ്റി വെച്ച് കളി, ഹദീസിലുണ്ടെങ്കിൽ ഹദീസങ്ങ് മാറ്റി കളി. നമ്മൾ പറയുന്ന ആശയം മാറ്റിയിട്ടൊരു ഇസ്ലാം ഇല്ല. മോനെ, നീ പറയുന്ന ഇസ്ലാം ഏതാണ്? ഖുർആനും ഹദീസും അംഗീകരിക്കാത്ത ഖുർആൻ ഇസ്ലാം, അത് ഏത് ഇസ്ലാമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ഇന്ന് പഴയകാലം പോലെയല്ല. മുമ്പ് കാലങ്ങൾ നിങ്ങൾ വയലിന്റെ സദസ്സിൽ പോയി ഇരിക്കരുത് എന്നാ വയല് പറയല്. ഇപ്പൊ അങ്ങനെയല്ല പറയേണ്ടത്. ഏത് സദസ്സിൽ പുത്തൻവാദികളെ മജ്‌ലിസിൽ പോയി ഇരിക്കരുത് എന്നാ പറയല്. പുത്തൻവാദിയുടെ പ്രസംഗം തന്നെ കേൾക്കാൻ പാടില്ല. അത് ഓൺലൈനാണെങ്കിലും കേൾക്കാൻ പാടില്ല. അതേ ചിലപ്പോൾ റിയൽ ആയിട്ട് വന്നാലും കേൾക്കാൻ പാടില്ല. ഇൻസ്റ്റഗ്രാമിൽ വന്നാലും കേൾക്കാൻ പാടില്ല. അപ്പൊ ചില ആള് പറയും,
എന്ത് വരാനാ? കേൾക്കുമ്പോഴേക്ക് എന്ത് വരാനാണ്? അല്ലേ? കേട്ടാൽ എന്ത് സംഭവിക്കാനാണ്? കേൾക്കുമ്പോഴേക്ക് ഊരിപ്പോന്ന ഈമാനാണോ? ഈ മുസ്ലിയാക്കന്മാരൊക്കെ സത്യം മനസ്സിലാക്കുന്നതിന് പേടിച്ചിട്ടാണ്. അങ്ങനെയാണോ മുസ്ലിമേ? അല്ല. കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നില്ലേ നമ്മളെ നാട്ടില്? ഇല്ലേ? നിങ്ങളെ നാട്ടിൽ വന്നിട്ടില്ലേ? വന്നുക. നമ്മള് 2-3 കൊല്ലം ആയിട്ടുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നൊരു മേപ്പെല്ലാം ഭരിച്ചിരുന്നു. ഇന്ത്യന്റെ മേപ്പല്ല, ഒരു കാസർകോട്ടൻ ഓടിയന്റെ മേപ്പ. ഓർമ്മയില്ലേ? ആ കൊറോണ വന്നപ്പോൾ പറഞ്ഞത് എന്താണ് എന്നറിയോ? ഒരാൾ ഓനെ നോക്കാൻ പാടില്ല എന്നാണ്. നോക്കിയാൽ എന്ത് വരാനാന്ന് ചോദിച്ചിട്ട് നോക്കിയാക്കി എങ്ങനെ ഉണ്ടാവും? നോക്കിയാൽ എന്ത് വരാനാണ് എന്ന് ചോദിച്ചിട്ട് ഒരാളും നോക്കിയില്ലല്ലോ. കൊറോണക്കാരനെ തൊട്ടാൽ എന്ത് വരാനാണ് എന്ന് ചോദിച്ച് ആരും പോയി തൊട്ട് നോക്കിയില്ലല്ലോ. എന്താ തൊട്ട് നോക്കാതിരുന്നത്? ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, മരിച്ചു പോകുന്നുള്ള പേടിയാണ് അല്ലേ? ഇത് തന്നെയാണ് ഇസ്ലാമും പറഞ്ഞത്. മോനെ, നീ അറിവില്ലാത്തവനായാൽ, കൂടുതൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാത്തവനായാൽ, ഏതെങ്കിലും വിവരം കെട്ടവൻ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോ നിന്റെ ഹൃദയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകും. ചോദിച്ച് പഠിക്കാനുള്ള മനസ്സില്ലെങ്കിൽ എന്തായാലും തെറ്റാണ്. ശരി, ആരോടെങ്കിലും ചോദിച്ചു പഠിക്കാന്ന് വിചാരിക്കാതെ ഇവര് പറയുന്നതിൽ ശരിയുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ വന്നാൽ ചത്തുപോകുന്നത് എന്താണ് എന്നറിയോ? ആത്മാവല്ല, നിന്റെ ഈമാനാണ്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പുത്തൻവാദിയുടെ പ്രസംഗം കേൾക്കുന്നവനാകരുത്, പുത്തൻവാദിയുടെ പുസ്തകം വായിക്കുന്നവനാകരുത്. അത് വെറുതെ കിട്ടിയാൽ പോലും കേൾക്കുന്നവനായിക്കൂടാ. പുത്തൻവാദി കൊണ്ടുത്തരുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുന്നവനായിക്കൂടാ. അവൻ ചതിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അത്തരം ചതിപ്രയോഗങ്ങളിൽ മുസ്ലിമേ നീ പ്രവേശിച്ചു പോയാൽ നീ പോലും അറിയാതെ നീ പേച്ചു പോകാൻ അത് കാരണമായി പോയി. എന്തിലധികം പറയാനാ? സ്വന്തം ഉമ്മ സ്വന്തം മകനിക്ക് ഭക്ഷണം കൊടുക്കാൻ തൊട്ടിയിലിട്ടിട്ട് നായക്ക് കൊടുക്കുന്നത് പോലെ വീട്ടിന്റെ മുകളിലേക്ക് പൊക്കിക്കോ, കൊണ്ടുപോയിക്കോ, താഴേക്ക് ഇറങ്ങണ്ടെന്ന് മക്കള് പറഞ്ഞില്ലേ? കൊറോണ കടുപ്പമായപ്പോഴാണ്, രോഗം കടുപ്പാണെന്ന് മനസ്സിലായപ്പോഴാണ് ഇതുപോലെ ഏറ്റവും വലിയ പുത്തംവാദികളാണ് വേല കേൾക്കുന്ന ചെറുപ്പക്കാരെ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. അവര് പറയുന്ന ചില വാക്കുകൾ കേട്ടാൽ ചിലപ്പോ നമുക്ക് തോന്നും ശരിയാണോ എന്ന് ചിലപ്പോ തോന്നിപ്പോകും. കാരണം അതിന്റെ അപ്പുറവും ഇപ്പുറവും നമുക്കറിയില്ല. ഈ അടുത്തൊരു ചങ്ങാതി പ്രസംഗിക്കുന്നത് കേട്ടു. എത്ര കാലായി ഞാൻ എന്റെ റബ്ബിനോട് പഠിച്ചവനോട് ദുആ ചെയ്യുന്നു, ഞാൻ ദ്വാരന്നിട്ട് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കേട്ടാ തോന്നും ഇയാളാണ് ലോകത്തിന്റെ മുഴുവനും പഠിച്ചോല്. എങ്ങനെ ഇങ്ങനെ ദ്വാരക്കുക? ദ്വാരക്കുന്നെല്ലാം അല്ല ഇങ്ങനെ കൊടുക്കുക. അള്ളാഹ്ക്ക് പണി എന്ത്? ഇവനിങ്ങനെ ചോദിക്കുന്നത് കൊടുക്കലേ? ഇവനെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുക. അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. അള്ളാഹിനെക്കാളും ഭയങ്കര വിവരമുള്ളൊരു സാധനം അല്ലേ? അള്ളാഹിനോട് ചോദിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഉത്തരം തരേണ്ടവനും കൂടി ഞാനാകണം എന്ന് വിചാരിക്കരുത് അല്ലേ? ഉത്തരം താര പണിയാ? നമ്മളെ പണിയാ? അല്ല, നമ്മളോട് ചോദിക്കാനാ പറഞ്ഞു. നിങ്ങൾ എന്നോട് ചോദിച്ചോ, അസ്തജിബുലക്കും, ഞാൻ ഉത്തരം തരും. ആരുത്തരം തരും എന്നാ പറഞ്ഞത്? അല്ല ഉത്തരം തരുന്നാ പറഞ്ഞത്. അല്ല എങ്ങനെയാ ഉത്തരം തരേണ്ടത് എന്ന് തീരുമാനിക്കാൻ മാത്രം കേൾപ്പുള്ള പടച്ചോനാകരുത് നീ. അതേ ഇത്തരം നിരീശ്വരവാദികൾക്ക് പറ്റിയത്. അവനിങ്ങനെ ദ്വാരക്കാണ്, ചക്ക താഴോട്ടേക്ക് പോകുമ്പോ പടച്ചോനെ താഴോട്ടേക്ക് വീഴുന്ന മേലോട്ടേക്ക് പോകട്ടെ. ചക്ക കൊന്നിട്ട് മേലോട്ടേക്ക് പോകുന്നില്ല. എന്നിട്ട് വന്നിട്ട് പറയാണ്, പടച്ചോനെ ഞാൻ എത്ര കാലായി എന്നോട് ദ്വാരക്കുന്നു, എന്റെ വീട്ടിലെ ചക്ക ഒന്ന് മേലോട്ടേക്ക് പോകാൻ, ഇതുവരെ മേലോട്ട് പോയില്ലല്ലോ, അതുകൊണ്ട് ഇസ്ലാം ശരിയില്ല. ആദ്യം കേട്ടപ്പോ തോന്നിയില്ലേ അല്ലേ? പഠിച്ചവനോട് എത്ര കാലമായി ചോദിക്കുന്നു. ഞാനും അങ്ങനെ കുറെ കാലമായി ചോദിക്കുന്നു. നമ്മൾ അവക്കാർച്ച അധികം ഒന്നും ചോദിക്കില്ല. അയാളെ വള്ളിയിലൊന്നും വരലാണില്ല. അയാളെ വീടെല്ലാം വലിയ വീടായല്ലോ. ഏതോ അവക്കർച്ചിട്ട് ഇവിടെ അങ്ങനെ അവക്കർച്ചുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ അല്ലേ? അയാളെ വീടെന്തൊരു വെൽപ്പ. ഞാൻ എല്ലാ ദിവസവും അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എനിക്ക് പഠിച്ചവൻ തന്നില്ലല്ലോ. ഔക്കച്ചാക്ക് പഠിച്ചവൻ കൊടുക്കുമ്പോ ഒരു കുറവും കാണിച്ചില്ല. ഇറക്കാവുമ്പോ പഠിച്ചവൻ എനിക്ക് ഭയങ്കര പിശുക്ക് തന്നെ. മോനെ, നിനക്ക് തന്നാ ചിലപ്പോ നീ കീത്തയായി പോകാൻ അത് കാരണാണ്. ഔക്കർച്ചാക്ക് കൊടുത്ത അയാള് നന്നാകാൻ അത് കാരണാണ്. അല്ലെങ്കിലോ അയാൾക്ക് കൊടുത്തിട്ട് അയാളെ മോശാക്കാൻ അല്ല തീരുമാനിച്ചാണ്. നിനക്ക് തരാതെയാണ് നിന്നെ നന്നാക്കാൻ അല്ല തീരുമാനിച്ചത്. ഉത്തരം കൊടുക്കുന്നവൻ റബ്ബാൻ. ഉത്തരം കൊടുക്കുന്ന ആളും കൂടി നീ ആവാൻ പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ചോദിക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കുന്ന റബ്ബ് അല്ലാഹ്. അവൻ തരുന്നത് എനിക്ക് ഖൈറാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഏത് ഖൈറും ശർറും പഠിച്ചു കൊടുക്കുന്ന റബ്ബ് അവനാണല്ലോ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ കണ്ണ് നോക്കുമ്പോൾ ഇവിടെയാണ് കാണാനുള്ളത് അല്ലേ? കണ്ണില്ലേ? എവിടെയുള്ളത്? മുഖത്താണുള്ളത്. എന്താ കണ്ണ് നെഞ്ഞത്താക്കി കൂടായിരുന്നോ? കണ്ണെന്താ നെഞ്ഞത്താക്കി കൂടായിരുന്നോ? എന്റെ പേരിങ്ങനെ ദ്വാരക്കാ പഠിച്ചോനെ, എന്റെ മോനിക്ക് നീ നെഞ്ഞത്ത് കണ്ണു കൊടുക്കണേ അല്ലാ. പ്രസവിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള കണ്ണ് പോലെ. അപ്പൊ ഇയാള് പറയാണ്, പഠിച്ചോനെ ഇതെന്ത് പഠിച്ചോനാ, ഞാൻ ആ കുട്ടീനെ പ്രസവിക്കുന്നതിന് മുമ്പ് നിന്നോട് ദ്വാരന്നിട്ടില്ലേ? നിനക്കെന്താ നെഞ്ഞത്ത് കൊടുത്താലും ഞാനല്ലേ പറയുന്നത്, എന്റെ മോനല്ലേ, നിന്റെ മോനല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ അതിന് ഉത്തരം പറയാനില്ല. അതാ ഞാൻ പറഞ്ഞ നിരീശ്വരവാദികൾ ചിലപ്പോൾ പറയുന്ന വാദങ്ങൾ ഇങ്ങനെയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇക്കഴിഞ്ഞ ദിവസം ഒരു നിരീശ്വരവാദിയുടെ പ്രസംഗം കേട്ടു, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തിയാണ്. ഓന്റെ വല്ലാത്ത പരാതി എന്താണ് എന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 11ാം വയസ്സിൽ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 9ാം വയസ്സിൽ കല്യാണം കഴിച്ചു. ആര് കല്യാണം കഴിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. ആ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ബേജാറാണ്. അല്ല മച്ചാ, നിന്റെ ഉമ്മ നിന്റെ വാപ്പ എപ്പോഴാ കെട്ടിയത് എന്നൊന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോൾ 11ാം വയസ്സിലാണ്, 12ാം വയസ്സിലാണ്, 13ാം വയസ്സിലാണ്. അന്ന് ആ ഉപ്പമാർക്ക് അതൊരു പ്രയാസമായിരുന്നില്ല. അന്നത്തെ കാലത്തനുസരിച്ച് ആർക്കും ഒരു വിഷമം തോന്നിയിട്ടില്ല. ഇന്ന് നിന്റെ ബുദ്ധി തോന്നാണ് 16 കഴിയാതെ 20 കഴിയാതെ കെട്ടിക്കാൻ പാടില്ല. മോനെ 10 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചാക്ക് തോന്നാണ് 40 വയസ്സ് കഴിഞ്ഞിട്ടാ കെട്ടിക്കേണ്ടത് എന്ന്. അല്ലേ? മനുഷ്യന്മാരല്ലേ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് പഴയ കാലത്തുള്ള എല്ലാവരെയും തീറ്റ വിളിക്കല. സ്വന്തം പ്രസവിച്ച ഉമ്മാനെയും ബാപ്പനെയും കുറ്റം പറയും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ സ്വന്തം ഈ ഇരിക്കുന്ന ഉപ്പാപ്പാർ എത്ര ആള് സദസ്സിലുണ്ട്? നിങ്ങൾ വിവാഹം കഴിച്ച എത്ര വയസ്സിലാന്ന് ചോദിച്ചു നോക്ക്. ഒരുപാട് ആളുകളുണ്ടാവും. 11ാം വയസ്സ് കെട്ടിയവരുണ്ടാവും, 8ാം വയസ്സ് കെട്ടിയവരുണ്ടാവും, 10ാം വയസ്സ്. അന്നത്തെ കാലത്ത് അതൊരു പ്രയാസമായിരുന്നില്ലേ? അന്നത്തെ കാലത്ത് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഇന്ന് നീ പറയുന്നു 16ഓ 18ഓ എത്രയാണോ നിയമം പറയുന്നത്, അതുപോലെ നീ കെട്ടിച്ചോ, അതിനിപ്പോ ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഴയ കാലത്ത് നടന്നതൊക്കെ തെറ്റാണെന്ന് സ്വന്തം ബാപ്പാനെ തെറി വിളിക്കുന്ന, സ്വന്തം ഉമ്മാനെ തെറി വിളിക്കുന്ന വിവരം കെട്ടവനാകരുത്. വലിയ ശാസ്ത്രമൊന്നും പുരോഗമിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? എന്ത് ശാസ്ത്രമാണോ നീ പറയുന്നത്? ഏത് ശാസ്ത്രമാണ് ഖിയാമത്ത് നാൾ വരെ മാറ്റം വരൂല എന്ന് പറയുന്ന ഒരു ശാസ്ത്രം? ഏത് ഭൂമിയിലാണ് നിനക്ക് കാണിക്കാനുള്ളത്? ഒന്ന് കാണിച്ചു തരുമോ? ഈ ഭയങ്കര ശാസ്ത്രം എന്ത് ശാസ്ത്രം ഒന്ന് കാണിച്ചു തരി. ഈ പറയുന്ന ഈ ശാസ്ത്രം, ഈ പറയുന്ന ഖിയാമത്ത് നാൾ വരെ മാറ്റം വരില്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രം കാണിച്ചു തരുമോ? ഭയങ്കര മൊബൈൽ ഫോൺ വാങ്ങിയിട്ടില്ലേ നീ? 16 എന്ന് പറഞ്ഞാ വാങ്ങിയത്. ആ മൊബൈൽ 10 ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയതിൽ പലതും ഇന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനെക്കാളും ചോറാണ് ഇപ്പൊ എന്താ പറയുന്നത്. ഇനി അടുത്ത കൊല്ലം സെപ്റ്റംബർ ആകുമ്പോൾ പിന്നെയും വരുമോ? 16 മാറ്റി 17 ആക്കും. എന്നിട്ട് ഓൻ പറയും അന്നത്തേക്കാളും പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യൻ പുതിയത് കണ്ടുപിടിക്കുമ്പോ പഴയ കാലത്തുള്ളവരൊക്കെ തെറി വിളിക്കുന്നവരാണോ വിവരം എന്ന് പറയുന്നത്? മുൻഗാമികളൊക്കെ ചീത്ത വിളിക്കുക എന്നുള്ളതാണോ ഭയങ്കര വിവരം എന്ന് പറയുന്നത്? ഓല് ചിലപ്പോ ഇങ്ങനെ പറയും 6ാം നൂറ്റാണ്ടുകാരാണ്, 5ാം നൂറ്റാണ്ടുകാരാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഈമാൻ പൊടിഞ്ഞു പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഓ എന്റെ വയൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ ഒലിച്ചു പോകുന്ന ഈമാനാകരുത്, അങ്ങനെ ഒലിച്ചു പോകുന്ന ഈമാനാകരുത്. നിങ്ങൾ നിങ്ങളെ ഉമ്മമാരോട്, നിങ്ങളെ ഉമ്മാമ്മമാരോട് ചോദിച്ചു നോക്ക്, അവരെ ഏത് കാലത്താ കെട്ടിച്ചയച്ചത്? ഇപ്പോഴത്തെ പ്രായത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര വയസ്സിൽ കെട്ടണമെന്നാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ രസം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഏത് വയസ്സിലാ കെട്ടേണ്ടത് എന്നാ ചർച്ച ചെയ്യുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് വെറും കെട്ടല് മാത്രമല്ല, എല്ലാ വിഷയത്തിലും നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ അടുത്തെവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, എന്റെ പല്ലിന് ഭയങ്കര വേദന. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഇപ്പുറത്തെ പല്ല് ഞാനാ അടച്ചത്, ഈ പല്ല് അടച്ചത് എളിപ്പോയതാണ്, ബേജാറൊന്നും വേണ്ട, അത് അടച്ചു കളഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചു ഈ പല്ലെപ്പോൾ കടിച്ചതാ? അപ്പൊ അയാൾ പറഞ്ഞു ഒരു 20 കൊല്ലമായിട്ടുണ്ടാവും. ഈ പല്ലടിച്ചിട്ട് 20 കൊല്ലമായിട്ട് ഒരു തകരാറും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ അടിച്ചാൽ മതി. കാരണം ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞാൽ 10-50 കഴിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഇപ്പുറത്തെ പല്ലും അതേ സാധനം കൊണ്ട് അടിച്ചാൽ മതി. അപ്പൊ ഇയാൾ പറയാണ്, അന്ന് ഞാൻ നിങ്ങൾക്ക് അത് അടക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ വേദനൊക്കെ പോകുന്ന തിരക്കുള്ള ആളാകുമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് നിങ്ങളെ വായിൽ വെച്ച് തന്നത്. പൈസ വാപ്പയാണല്ലോ തരുകൊണ്ട് ഞാൻ ബേജാറായിട്ടില്ലല്ലോ. അന്നത്തെ കാലത്തുള്ള ഞാൻ ബേജാറായിട്ട്, അന്ന് വാപ്പ കൊടുക്കുന്നതല്ലേ, അന്ന് ഞാൻ ബേജാറായിട്ടില്ലല്ലോ. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് സമാനിച്ചു, എന്തൊരു നല്ല വാപ്പയാണ് അല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു അന്ന് 20 കൊല്ലം മുമ്പ് അയാൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്റെ വായിൽ വെച്ചത്. അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ്, ഇപ്പൊ അത് വായിലുണ്ടായ ക്യാൻസർ വരും എന്നാ പറയുന്നത്. അന്ന് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ സാധനം ഇന്ന് വായിലുണ്ടായ ക്യാൻസർ വരും എന്നാ വൈദ്യശാസ്ത്രം പറയുന്നത്. ഡോക്ടർ മുഖത്ത് ഇങ്ങനെ നോക്കിയാന്, ഇത് വായിൽ വെച്ചാ ക്യാൻസർ വരും എന്നാ പറയുന്നത്, എന്നാ അവിടെ കിടക്കട്ടെ, അത് പൊളിച്ചു മാറ്റി കളയാനാ. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോ ഇവര് തന്നെ പറയും ഈ സാധനം ഉണ്ടായാൽ ആ ക്യാൻസർ വരാതിരിക്കുക. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ശാസ്ത്രത്തെ വിശ്വസിച്ചിട്ടാണോ മുസ്ലിമേ നീ അള്ളാനെ നിഷേധിക്കുന്നത്? ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിനെ തള്ളി പറയുന്നത് എത്ര വിവരക്കേടാ. കോലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറ്റുന്ന പടച്ചോൻ, അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടാക്കാൻ കഴിയൂലേ? കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുള്ള മതം വേണം. ഓ വയലുകൾക്കെന്ന മുസ്ലിമേ, അങ്ങനെ ഒരു ഖുർആനില്ല.
അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഇത് നീ പറയുന്ന ശാസ്ത്രാണ് എന്ന് വിചാരിക്കരുത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, അവന്റെ കലാമാണ് ഖുർആൻ. അവന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ വിശദീകരണങ്ങളാണ് ഹദീസ്. അതിന് ലോകത്തെ തിരുത്തൽ വരുത്തേണ്ടതില്ല. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിയാണ്. 6-ാം നൂറ്റാണ്ടുകാരെന്നൊക്കെ വിളിക്കുന്ന കുറെ ആളുകളില്ലേ, നമ്മളിങ്ങനെ നിസാരപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന, നമ്മളെ ചെറുതാക്കുന്ന കുറെ ആളില്ലേ. ബേജാറാകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചങ്ങ് പറയൂ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഖുർആൻ മാറ്റാൻ പറ്റുമോ? അതിനനുസരിച്ച് ഹദീസ് മാറ്റാൻ പറ്റുമോ? അതിങ്ങനെ പലതും പുതിയത് കാണുമ്പോൾ ഇങ്ങനെ തോന്നും, അത് ശരിയില്ല, ഇത് ശരിയില്ല, അത് ശരിയില്ല. അങ്ങനെ ഒരു കാലത്തും ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയൂല. അതാ ഞാൻ പറഞ്ഞത്. വേദ കേൾക്കുന്ന പെങ്ങന്മാരെ, ഏതെങ്കിലും ഇത്തരം വിവരമില്ലാത്ത നിരീശ്വരവാദികളെ വാക്ക് കേട്ടിട്ട് 6-ാം നൂറ്റാണ്ടുകാരാണെന്നോ തന്തവൈബന്മാരാണെന്നോ തള്ളവൈബന്മാരാണെന്നൊക്കെ പറയുമ്പോഴേക്ക് ഇസ്ലാം ഒരു പഴഞ്ചമ്മതാണെന്ന് വിചാരിച്ച് ഇസ്ലാമിനെ തള്ളി പറഞ്ഞാൽ ഹുസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു പോകും. അതാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാന്മാരായ സ്വാലിഹീങ്ങൾ കൊടുത്ത ഉപദേശം. മോനെ, ആവശ്യമില്ലാത്തവരുമായി നീ ഇടകലരുന്ന സ്വഭാവമുണ്ടോ? ഹുസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെടാൻ, ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി പോയി. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കി തരണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ അവസാനം നന്നായി കിട്ടാൻ, ഞങ്ങളെ ആഖിബത്ത് നന്നായി കിട്ടാൻ ഞങ്ങളെ ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ സദസ്സുകളും നീ കാരണമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഈമാനികമായ ജീവിതവും ഈമാനോടുകൂടെയുള്ള മരണവും നീ ഞങ്ങൾക്ക് ഓശാരം തരണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവർ, പലരും ദുആ കൊണ്ട് പറയാൻ ആശിച്ചവർ ഞങ്ങളെ സദസ്സിൽ വന്നവരുണ്ട്, ഇന്നും വന്നവരുണ്ട്, പലപ്പോഴും വന്നവരുണ്ട്. പറയാൻ കഴിയാത്തത് കൊണ്ട് വിഷമിച്ചവരുണ്ട്. ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു രോഗവും മാറ്റാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നൊരു സ്ഥലത്ത് നിന്നിറങ്ങുമ്പോ കൈപിടിച്ചിട്ട് ഒരാൾ പറഞ്ഞു, മോനെ, എന്റെ 2 മക്കൾക്കും ഡയാലിസിസ് ചെയ്യാണ്, 2ആൾക്കും കിഡ്നിക്ക് തകരാറാൻ, പ്രത്യേകം ദുആ ചെയ്യണേ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കിഡ്നി നീ തിരിച്ചു ചോദിക്കരുത് അല്ലാഹ്. ഞങ്ങളെ ഒരവയവങ്ങളും നീ തിരിച്ചു ചോദിക്കരുത് അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം നീ ഓശാരം നൽകണേ അല്ലാഹ്. ദുനിയാവിലും സന്തോഷമുള്ള ജീവിതം, ആരെ മുന്നിലും കൈനീട്ടി യാചിക്കാത്ത ജീവിതം, എന്നും സന്തോഷത്തോടെ നിന്റെ വറയിലായുള്ള ജീവിതം നീ ഞങ്ങൾക്ക് ഓശാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാരത്രിക ലോകം നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ അവസാനം നീ നന്നാക്കി തരണേ അല്ലാഹ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കരുത് അല്ലാഹ്. അതിന് ഗുളിക കഴിക്കുന്നവർ ഞങ്ങളെ സദസ്സിലുണ്ടാകാം. റബ്ബേ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു മാരാരോഗവും നൽകി പരീക്ഷിക്കരുത് അല്ലാഹ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹ്, ഞങ്ങളൊന്ന് ആഖിബത്ത് നന്നായി മരിക്കലാണ്. ഞങ്ങളെ മക്കളും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന രൂപത്തിലാകലാണ്. അങ്ങനെ നീ ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും നന്നാക്കി ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, പല വിഷമങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞാൻ ഭയങ്കര ദുആക്ക് ഇജാബത്തുള്ള വലിയൊരു മഹാനായതുകൊണ്ടല്ല, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഒരുപാട് മോമിനീങ്ങളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ പിഞ്ചു പൈതലുകൾ കൈയുയർത്തുന്നുണ്ട്. അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ്, സംസാരപ്രായം എത്തിയിട്ടും സംസാരിക്കാത്തത് കൊണ്ട് വിഷമം കൊണ്ടോടെ പ്രയാസത്തോടെ ഫോണിൽ വിളിച്ച് ദുആയിലും മറക്കരുത് എന്ന് പറഞ്ഞ ഉമ്മാനെ നിനക്കറിയാം. റബ്ബേ, ആ കുട്ടിക്ക് നീ നല്ല സംസാര ശേഷി നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, മക്കൾക്ക് മാനസിക അസ്വസ്ഥത കൊണ്ട് പ്രയാസപ്പെട്ട് ഒരാൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. 2 കെട്ടിയിട്ടിട്ടാണ് മൊയ്ലിയാരെ റൂമിലുള്ളത്. 2 ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ല, വലിയ പ്രയാസത്തിലേടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ പറഞ്ഞ ഉമ്മനെ നിനക്കറിയാം. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഇഷ്ടപ്പെടുന്നവർക്കോ തന്ന് നീ പരീക്ഷിക്കരുത് അല്ലാഹ്.
പടച്ച റബ്ബേ, നീ തന്ന നിഅമത്താണല്ലോ ആരോഗ്യമെന്ന് പറയുന്നത്. നീ തന്ന യൗവനം നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്ന സ്വാലിഹീങ്ങൾ, അർശിന്റെ തണൽ ലഭിക്കുന്ന മഹാന്മാരെ പട്ടികയിൽ നിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അങ്ങനെ നിന്റെ ഇബാദത്തിൽ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരോട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അതിന് ഞങ്ങളെ യൗവനം ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഉപ്പാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ തണല് ഞങ്ങൾക്ക് വലിയ കാരുണ്യമാക്കണേ അല്ലാ. അവരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. അല്ലാഹ്, കടത്തിന്റെ കണിവലയിൽപ്പെട്ട് ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് പറഞ്ഞവരെ നിനക്കറിയാം റബ്ബേ. ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഗതികേടാക്കരുത് അല്ലാ. നീ ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാ. ഉള്ള ബിസിനസ്സിൽ നീ പുരോഗതി നൽകണേ അല്ലാ. ഞങ്ങളെ ദീനീ ഖിദ്മത്തിലൊക്കെ നീ വലിയ ഖൈറ് ചൊരിയണേ അല്ലാ. ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ. ദുനിയാവിന്റെ സദസ്സാക്കി ഞങ്ങളെ സദസ്സുകളൊന്നും നീ നശിപ്പിക്കരുത് അല്ലാ. പരലോകത്തിന് വേണ്ടി അമല് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ റബ്ബേ, നീ പാവപ്പെട്ട മുതഅല്ലിമീങ്ങളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ വയല് കൊണ്ട് ഫലം ലഭിക്കേണ്ടത് വയല് കേൾക്കാൻ വരുന്നവരെക്കാളൊക്കെയും ഏറ്റവും അതിനർഹതപ്പെട്ടവൻ ഞാനാണല്ലോ അല്ലാ. എന്റെ വയല് കൊണ്ട് എന്നെ നന്നാക്കി തരണേ അല്ലാ. കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും നീ മാറ്റം നൽകണേ അല്ലാ. അതിനുള്ള സദസ്സുകളായി ഞങ്ങളെ സദസ്സുകളെ നീ നന്നാക്കി തരണേ അല്ലാ. ജനങ്ങളൊക്കെ ബഹുമാനം പറയുന്നതും ആദരിക്കുന്നതും ജനങ്ങളൊക്കെ ബഹുമാനിച്ച് നശിപ്പിക്കുന്നതുമായി ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വയലുകളായി ഞങ്ങളെ ഈമാനിനെയും ഞങ്ങളെ വയലുകളെയും നീ ദുഷിപ്പിക്കരുതേ അല്ലാ. ഔലിയാക്കളെ മഹത്വം കൊണ്ട്, സ്വാലിഹീങ്ങളെ പൊരുത്തം കൊണ്ട്, മുൻഗാമികളായ അംബിയ മുർസലീങ്ങളെ മദദ് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെല്ലാ ഖൈറും നീ തന്നെ ഓശാരം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. പെട്ടെന്നുള്ള രോഗങ്ങളും മരണങ്ങളും നിന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാ. اغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ, വയല് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. അയാൾ പറഞ്ഞ് ഞാനൊന്ന് നന്നാകാനാണ്. നിങ്ങളൊക്കെ നമ്മളെല്ലാവരും നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസീയത്തോടെ നിങ്ങളാൽ കഴിയുന്ന സഹായം സംഘാടകർക്ക് സ്വലാത്തിൽ എന്ന സമയത്ത് ചെയ്തു കൊടുക്കണമെന്ന് വസീയത്ത് ചെയ്ത് അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസ് നീ ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. സ്വലാത്തിൽ എന്ന സമയത്ത് നിങ്ങൾ സംഘാടകർക്ക് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണം. അല്ലാഹു, നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.